ഹാപ്പി മോർണിംഗ്. എന്തായാലും ഏത് കാര്യം നമ്മൾ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളുടെ ഒരു രീതി അനുസരിച്ച് നമുക്കൊരു ഈശ്വര കടാക്ഷം ആവശ്യമാണ്. ഇന്നത്തെ ട്രെയിനിങ് മനോഹരമാക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒരു നിമിഷം മൗനമായിട്ട് മനസ്സിൽ പ്രാർത്ഥിക്കുക. ഓക്കെ, താങ്ക് യു. സോ വെൽക്കം ടു ഓൾ വൺസ് അഗെയിൻ. ഇന്ന് ഇബൈറ്റോറിയം ഫാമിലിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഫാമിലി മെമ്പേഴ്സിനെയും ഇന്ന് നമ്മുടെ ടീമിന്റെ സൗത്ത് ഇന്ത്യൻ ടീമിന്റെ പേരിൽ ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ലീഡേഴ്സ് ആയിട്ടുള്ള ഡാനി സാറും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ടീമിന്റെ അമരക്കാരനായിട്ടുള്ള മനോജ് സാറുമാണ്. സോ ഒരിക്കൽ കൂടി നമ്മുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള അപ്ലൈൻസിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഇന്ന് നമ്മളുടെ മുന്നിലുള്ള ടോപ്പിക് എന്ന് പറയുന്നത് സാമ്പത്തിക സാക്ഷരത, ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുക. കേരളത്തിന്റെ ഒരു പ്രത്യേകത നമുക്ക് എല്ലാം അറിയാം. ഇന്ത്യയിലെ ആദ്യത്തെ സാക്ഷരത നേടിയ സംസ്ഥാനത്തിൽ ഒന്നാണ് കേരളം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ബേസിക് ആയിട്ടുള്ള സ്കൂൾ സിസ്റ്റത്തില് നമ്മൾക്ക് പ്രധാനപ്പെട്ട 4 കാര്യങ്ങള് ഈ കാലഘട്ടത്തിൽ വളരെ റിലവന്റ് ആയിട്ടുള്ള 4 കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അതില് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ലോകത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ നേടിയെടുക്കുന്നത് മനഃശക്തി കൊണ്ടാണ്. മനുഷ്യന്റെ മനസ്സിനെ കൈകാര്യം ചെയ്യുന്ന രീതി എന്നുള്ളതാണ്. നമ്മളൊരു വീട്ടിലേക്ക് ഒരു റെഫ്രിജറേറ്റർ വാങ്ങുമ്പോൾ അതിനൊരു മാനുവൽ ഉണ്ടാവും. ഒരു എയർ കണ്ടീഷൻ വാങ്ങുമ്പോൾ അതിനൊരു മാനുവൽ ഉണ്ടാവും. ഒരു TV വാങ്ങുമ്പോൾ അതിനൊരു മാനുവൽ ഉണ്ടാവും. കൃത്യമായി ആ ഉപകരണം എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നുള്ള ഒരു മാനുവൽ, ഒരു ലഘുരേഖ അതിനോടൊപ്പം ഉണ്ടാവുന്നതാണ്. പക്ഷെ ഏറ്റവും സങ്കീർണമായ മനുഷ്യന്റെ മനസ്സിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു മാനുവല് നമ്മുടെ മുമ്പിൽ ഇല്ല എന്നുള്ളതാണ്. ഇന്ന് ലോകത്തെ എല്ലാ കാര്യങ്ങളും 2 തവണ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ആരുടെങ്കിലൊക്കെ മനസ്സിലാണ്, രണ്ടാമത് യഥാർത്ഥത്തിൽ അത് ആക്ച്വലൈസ്ഡ് ആണ്. നമ്മൾ ഇന്ന് കാണുന്ന സകല വസ്തുക്കളും ആരുടെയൊക്കെ മനസ്സിൽ ആദ്യം സൃഷ്ടിച്ചതാണ്. അപ്പൊ ആ മനഃശക്തി എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ച്, അതിന്റെ പവർ എന്താണ്, അതിന്റെ പൊട്ടൻഷ്യൽ എന്താണ്, നമ്മുടെ സബബോധ മനസ്സിന്റെ പവർ എന്താണെന്നുള്ളതിനെ കുറിച്ച്, അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നതിനെ കുറിച്ച് നമ്മുടെ ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വ്യക്തിബന്ധങ്ങൾ എങ്ങനെ കാത്തു സൂക്ഷിക്കുക എന്നാണ്. റിലേഷൻഷിപ്പ് മാസ്റ്ററി എന്ന് പറയും. ബന്ധങ്ങൾ ഉണ്ടാക്കേണ്ടതും ആ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ബന്ധങ്ങൾ വളരെ അധികം പരിമിതമാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് റേറ്റുകൾ കൂടുതലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ കാണാണ്, ഈ കാലഘട്ടത്തിൽ നേർന്ന മറ്റൊരു പദമാണ് ഗ്രേ ഡൈവേഴ്സ്. ഗ്രേ ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ ഓൾഡ് ഏജ് ഡൈവേഴ്സ്. ജീവിതത്തിൽ ഒരു നല്ല ഭാഗം ഒരുമിച്ച് മുന്നോട്ട് പോയതിനു ശേഷം നമ്മുടെ ഏറ്റവും കൈത്താങ്ങേണ്ട ഒരു കാലഘട്ടത്തിൽ പലരും എന്താ പറയുക, ഡൈവേഴ്സിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടമാണ്. സോ വ്യക്തിബന്ധങ്ങൾ എങ്ങനെ കാത്തു സൂക്ഷിക്കണം എന്നതിനെ കുറിച്ച് ഈ കാലഘട്ടത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തെ നമ്മളെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഓൾഡ് ഏജ് ഹോംസിനെ കുറിച്ച് നമുക്കറിയാം. ഇന്ന് ആളുകൾ എന്തുകൊണ്ട് ഓൾഡ് ഏജ് ഹോംസിന്റെ എണ്ണം കൂടുന്നു എന്ന് പറയുന്നത് ഈ ബന്ധങ്ങളുടെ ഉള്ള ആ ഗ്യാപ്പാണ്. ഈ മൂന്നാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, വെൽത്ത് ക്രിയേഷൻ എന്നുള്ളതാണ്. സമ്പത്ത് എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, സമ്പത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, സാമ്പത്തിക വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത എന്ത് എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ ബേസിക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നില്ല. ഇന്ന് ഒരുപാട് ഡിഗ്രിയുള്ള നിരവധി വ്യക്തികളുണ്ട്. പക്ഷെ പല ആളുകൾക്കും ഫണ്ടമെന്റൽ ഓഫ് ഫിനാൻഷ്യൽ ലിറ്ററസിയെ കുറിച്ച് യാതൊരു ഗ്രാഹ്യമില്ലാത്ത ആൾക്കാരാണ്. കാരണം നമ്മുടെ ബേസിക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് ഇന്നേ വരെ ഇതിനെ കുറിച്ച് ആരും പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ സമ്പത്ത് നേടേണ്ട വഴി, സമ്പത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, സമ്പത്തിനെ എങ്ങനെ മാനേജ് ചെയ്യണം, സമ്പത്തിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം, സമ്പത്ത് ഉപയോഗിച്ച് എങ്ങനെയാണ് അസറ്റ് ക്രിയേറ്റ് ചെയ്യണം, ഇത്തരത്തിലുള്ള അറിവുകൾ നമ്മൾക്ക് വളരെ പരിമിതമാണ് എന്നുള്ളതാണ്. ഇനി നാലാമത്തതാണ് നമ്മുടെ ബേസിക് സിസ്റ്റത്തിൽ പഠിപ്പിക്കാത്തതാണ് സക്സസിനെ കുറിച്ച്. വിജയം എന്ന് പറയുന്നതും ഒരു സബ്ജക്റ്റ് തന്നെയാണ്. ഞാൻ പലപ്പോഴും സംസാരിക്കാറുള്ളതാണ്.
വിജയത്തെക്കുറിച്ച് നമ്മുടെ ബേസിക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നില്ല. ഫിസിക്സിനെ പോലെ, കെമിസ്ട്രിയെ പോലെ, ബയോളജിയും സുവോളജിയിലൊക്കെ പോലെ നമ്മൾ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ് സക്സസ് എന്ന് പറയുന്നത്. അപ്പൊ സക്സസിന്റെ ചേരുവകൾ എന്താണ്, ഒരു വ്യക്തിക്ക് വിജയിക്കാനുള്ള സാഹചര്യങ്ങൾ എന്താണ്, ഒരു വ്യക്തിക്ക് വിജയിക്കാൻ വേണ്ട ശീലങ്ങൾ എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളും അറിവുകളെ കുറിച്ചും നമ്മുടെ ബേസിക് എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളെ കുറിച്ച് പഠിപ്പിക്കില്ല. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് പ്രധാനമായും നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളൊരു വെൽത്ത് ക്രിയേഷൻ ട്രാക്കിലേക്ക് കടക്കുകയാണ്. ആ വെൽത്ത് ക്രിയേഷൻ ട്രാക്കിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കുമ്പോൾ അതിനേക്കാളും വളരെ പ്രധാനമാണ് ആ വെൽത്തിനെ കൈകാര്യം ചെയ്യാൻ പഠിക്കുക എന്നുള്ളത്. വെൽത്തിനെ കൈകാര്യം ചെയ്യാൻ പഠിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് സമ്പത്ത് ഉണ്ടാവുക. അപ്പൊ ഒരാളുടെ സാമ്പത്തിക ഭദ്ര എന്ന് പറയുന്നത് അയാളിലേക്ക് എത്ര പണം കൈവരുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് അദ്ദേഹത്തിന് എത്ര പണം സേവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിനൊക്കെ, അതായത് സ്പെൻഡിങ് കൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, അയാളുടെ സേവിങ് ആറ്റിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരാളുടെ സാമ്പത്തിക ഭദ്രത. ഞാൻ എന്തായാലും ഒരു സ്ലൈഡ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ കാണാമെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ബേസിക്സ് ഓഫ് ഫിനാൻഷ്യൽ ലിറ്ററസി, സാമ്പത്തിക സാക്ഷരത എന്താണ്, അതിന്റെ ആവശ്യകത എന്താണ്, ഈ കാലഘട്ടത്തിലും ഈ ബിസിനസ്സിലും അതിന്റെ എന്താ പറയാ, അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ്. ഇനി ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതിൽ ഒന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ലാക്ക് ഓഫ് ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത്. നമ്മളുടെ സാമ്പത്തികം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള വ്യക്തമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള അവബോധം നമുക്ക് യാതൊരു നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിലും നമുക്ക് കിട്ടുന്നില്ല. ഞാൻ മുമ്പ് സംസാരിച്ച 4 കാര്യങ്ങളാണ്. ഒരു വ്യക്തിക്ക് പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ കിട്ടാത്തത് മൈൻഡ് പവറിനെ കുറിച്ചും, റിലേഷൻഷിപ്പിനെ കുറിച്ചും, വെൽത്ത് ക്രിയേഷനെ കുറിച്ചും, സക്സസിനെ കുറിച്ചിട്ടാണ്. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ബേസിക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇല്ല. ഇനി എന്തുകൊണ്ട് നമ്മൾ ഫിനാൻഷ്യൽ ലിറ്ററസി നമ്മൾ പഠിക്കണം, എന്തുകൊണ്ട് നമ്മൾ ഫിനാൻഷ്യൽ ലിറ്ററസി പഠിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മൾ എത്ര പണം ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് എത്ര പണം നമ്മൾ കീപ്പ് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഒരു വ്യക്തിയുടെ ഫിനാൻഷ്യൽ ലിറ്ററസി, അദ്ദേഹത്തിന് എത്രത്തോളം അദ്ദേഹത്തിന് അറിയാമെന്നുള്ളതിന്റെ ബേസ് എന്നുള്ളത്. അതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് അറിയാമെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ മിഡിൽ ക്ലാസ് ഉള്ള ആളുകൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതൊന്നാണ് ലോട്ടറി എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ഒരുപാട് ലോട്ടറി അടിച്ച ആളുകളെ നമ്മൾ കാണാറുണ്ട്. ഈ ലോട്ടറി അടിച്ച ആളുകളുടെ എല്ലാം ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ലോട്ടറി അടിക്കുമ്പോൾ അവർ സമ്പന്നരാണ്, പക്ഷെ വളരെ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അവരെല്ലാവരും പണ്ടത്തെക്കാളും ഏതോ മോശപ്പെട്ട അവസ്ഥയിലേക്കാണ് വരിക. ഒരു കാലഘട്ടത്തില് സൂപ്പർ ലോട്ട ഭയങ്കര ഹിറ്റായിരുന്നു. ഞങ്ങൾക്കൊക്കെ എല്ലാം അറിയുന്ന ഒരു തൃപ്പൂണിത്തറയ്ക്കുള്ള ഒരു സാധാ ഒരു കടയെ കിട്ടിയിരുന്ന രഘുചേട്ടന് ഒരിക്കൽ സൂപ്പർ ലോട്ട അടിച്ചു. അദ്ദേഹത്തിന് 4 കോടി രൂപയാണ് സൂപ്പർ ലോട്ട വിൻ ചെയ്തത്. 4 കോടി രൂപ വിൻ ചെയ്ത രഘുചേട്ടന് പിന്നീട് ഒരുപാട് സമ്പത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ 3 to 4-5 years കൊണ്ട് അദ്ദേഹം പഴയ അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പൊ അവിടെ പ്രശ്നം എന്ന് പറയുന്നത്, സക്സസ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ എടുത്തു നോക്കുമ്പോൾ ലോട്ടറി വിൻ ചെയ്ത പല ആളുകൾക്കും പ്രോപ്പർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ പണം കയ്യിൽ വന്നിട്ടുണ്ട്, അതിനെ മാനേജ് ചെയ്യാൻ അവർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ അവരുടെ കയ്യിലുള്ള പണം അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അപ്പൊ ഇതാണ് ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നമുക്ക് എന്തിനാണ് പണം ആവശ്യമുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് നന്നായിട്ട് ജീവിക്കുന്നതിന് പണം നമുക്ക് ആവശ്യമാണ്. നമുക്ക് നന്നായി ഗ്രോ ചെയ്യുന്നതിന് നമ്മൾക്ക് പണം ആവശ്യമാണ്. കാരണം ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മളിൽ തന്നെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ വളരണമെങ്കിൽ നമുക്ക് പണം ആവശ്യമാണ്. അപ്പൊ ഗ്രോ ചെയ്യാൻ പണം ആവശ്യമാണ്, നന്നായി ജീവിക്കാൻ പണം ആവശ്യമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാമ്പത്തിക ഭദ്രത ആവശ്യമാണ്. 4മത്തേത്, ഈ ലോകത്ത് നമുക്ക് ഇപ്പോൾ ഉള്ള പ്രസന്റ് ട്രെൻഡിനോടൊപ്പം നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, ആ പ്രസന്റ് കണ്ടീഷനോട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ ആവശ്യമാണ്. ലാസ്റ്റ് വൺ,
നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി നമുക്ക് പണം സേവ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ കാര്യങ്ങളെ കൊണ്ട് നമുക്ക് മണി ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ ഒരു സാമ്പത്തിക ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സുകളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇൻകം തന്നെയാണ്. മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം. നമുക്ക് ഇൻകം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പ്രസന്റ്ലി ഫോക്കസ് ചെയ്തിരിക്കുന്ന മേഖലയിൽ നമുക്ക് കിട്ടുന്ന വരുമാനം. സക്സസ്ഫുൾ ആളുകൾ എടുത്ത് പഠിക്കുമ്പോൾ അവർക്കെല്ലാം തന്നെ മൾട്ടിപ്പിൾ ഇൻകം സോഴ്സസ് ഉള്ള ആളുകളാണ്, ഒന്നിലധികം വരുമാന സ്രോതസ്. ഒരു നല്ല കൃഷിക്കാരനെ നമ്മൾ എടുത്തൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും, നല്ല ഒരു കർഷകൻ ഒരിക്കലും ഒരു ക്രോപ്പ് മാത്രം അദ്ദേഹം ഒരിക്കലും കൃഷി ചെയ്യില്ല. കാരണം എന്താണ്? ഒരു ക്രോപ്പിൽ എന്തെങ്കിലും ഒരു പിന്നെ കൃഷിയിൽ ഒരു അപാകത ഉണ്ടായാൽ അദ്ദേഹത്തിന്റെ ഇൻകം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അദ്ദേഹം ഒരു മൾട്ടി ക്രോപ്പ് ആയിട്ടാണ് കൃഷി ചെയ്യുക. അപ്പൊ കുരുമുളക് കൃഷി ചെയ്യുമ്പോൾ കുരുമുളകിന്റെ വില ഇത്തിരി കുറഞ്ഞാൽ അപ്പുറത്ത് റബ്ബറിന്റെ വില ഇത്തിരി കയറും, റബ്ബറിന്റെ വില ഇത്തിരി കുറഞ്ഞാൽ അതിനപ്പുറത്ത് കാപ്പിയുടെ വില ഇത്തിരി കയറും. അപ്പൊ മൾട്ടി ക്രോപ്സ് ആണ്. അപ്പൊ ഇൻകം എന്ന് പറയുമ്പോൾ ഒരിക്കലും സിംഗിൾ സോഴ്സസ് ഓഫ് ഇൻകം ആവരുതെന്നുള്ളതാണ്. നമ്മൾ എങ്ങനെ വരുമാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാല്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ബേസിക് എഡ്യൂക്കേഷൻ നമ്മൾ നേടുന്നു. ബേസിക് എഡ്യൂക്കേഷൻ നേടുന്നതിന് മുമ്പ്, അപ്പൊ ഒന്നാമത്തെ പോയിന്റ് അക്വയറിംഗ് നോളജ് ആണ്. വരുമാനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ആ മേഖലയെ കുറിച്ചുള്ള അറിവ് നമ്മൾ സമ്പാദിക്കണം. അപ്പോൾ ബേസിക് എഡ്യൂക്കേഷൻ നമ്മൾ നേടുന്നു, അതിന് തത്തുല്യമായ സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ അറിവുണ്ട്, കഴിവുണ്ട്, നമ്മുടെ പ്രവൃത്തി മണിക്കൂറുകളുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് വരുമാനം കിട്ടുക എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മളുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് മെയ്സൺ എന്ന് പറയുന്നത്. ആ മെയ്സൺ എന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ പ്രൊഫഷനെ കുറിച്ച് അറിവുണ്ട്, അദ്ദേഹത്തിന്റെ പ്രൊഫഷനിൽ അദ്ദേഹം സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു ദിവസം 8-10 മണിക്കൂർ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് വരുമാനമായിട്ട് 1000 രൂപയോ 1200 രൂപയോ ഒക്കെ അദ്ദേഹത്തിന് വരുമാനമായിട്ട് ഡെയിലി ബേസിസ് ആയിട്ട് കിട്ടുകയാണ്. അതാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം. നമ്മളൊരു കാർപ്പൻ്റർ ആണ് സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനും ആ മേഖലയിൽ അദ്ദേഹത്തിന് അറിവുണ്ട്, കഴിവുണ്ട്. അദ്ദേഹത്തിന് ആ മേഖലയിൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തി മണിക്കൂറുകൾക്കനുസരിച്ച് അദ്ദേഹത്തിന് വരുമാനം കിട്ടുന്നു. ഈ പ്രൊഫഷണൽസിന്റെ കാര്യം എടുത്ത് നോക്കിയാൽ അവർക്ക് ബേസിക് എഡ്യൂക്കേഷൻ മാത്രമല്ല ഉള്ളത്, അവർക്ക് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഉണ്ട്. നിങ്ങളൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റോ അല്ലെങ്കിൽ ഒരു ലീഡിംഗ് അഡ്വക്കേറ്റോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറോ ഡോക്ടറോ ഒക്കെ ആയ വ്യക്തികൾ പ്രൊഫഷണൽസ് എന്ന് പറയും. ആ പ്രൊഫഷണൽസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സബ്ജക്റ്റിൽ അവർക്ക് അപാരമായ പാണ്ഡിത്യമുണ്ട്. ആ മേഖലയിൽ പ്രവർത്തിക്കുന്നതിന് അവർക്ക് അപാരമായിട്ടുള്ള കഴിവ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രവൃത്തി മണിക്കൂറുകൾക്ക് വാല്യൂ കൂടുതലാണ്. അതുപോലെ തന്നെ അവരുടെ വരുമാനത്തിനും വർധനവുണ്ട്. സ്വാഭാവികമായിട്ടും ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡോക്ടർക്ക് കിട്ടുന്ന വരുമാനമല്ല ഒരു ഡെയിലി വേജസ് അല്ല. അതാണ് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഈ ഇൻകത്തിനെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ സാധനമാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്, ചിലവുകൾ. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ വരുമാനമുണ്ട്, അതുപോലെ നമുക്ക് ചിലവുമുണ്ട്. വരുമാനമുണ്ട്, നമുക്ക് ചിലവുമുണ്ട്. നമുക്ക് എന്തൊക്കെയാ ചിലവുള്ളത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ചിലവുകളുണ്ട്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ചിലവുകൾ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു വീട് ഉണ്ടെങ്കിൽ ആ വീട്ടില് നമുക്ക് പല കാര്യത്തിലുള്ള ചിലവുണ്ട്. നമുക്കൊന്ന് ഇലക്ട്രിസിറ്റി ബില്ല് ഉണ്ടാവും, നമുക്ക് വാട്ടർ ബില്ല് ഉണ്ടാവും, അതുപോലെ മെയിൻ്റനൻസ് ആയിട്ടുള്ള ചിലവുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ വൈഫൈ ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്, മൊബൈൽ ബില്ലുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഗ്യാസ് എക്സ്പെൻസസ്. നമുക്ക് ഗ്യാസ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, അപ്പോൾ ഗ്യാസ് ഉണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് പല രീതിയിൽ ഡെയിലി ഗ്രോസറീസ്, നമുക്ക് ഭക്ഷണത്തിന് വേണ്ടിയ ചെലവുണ്ടാവും, വസ്ത്രത്തിന് വേണ്ടിയുള്ള ചെലവുണ്ടാവും, ബേസിക് നീഡ്സിൽ ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഇതൊക്കെ നമുക്ക് എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ ഇൻകം കഴിഞ്ഞാൽ രണ്ടാമത്തെ ഹെഡ് എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ ആണ്. വരുമാനമുണ്ട്, ചിലവുകളുണ്ട്. ഇത് രണ്ടും ആണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി എന്താണ് സേവിങ്സ് എന്ന് പറഞ്ഞാൽ? പല ആളുകളും എടുത്തു നോക്കുമ്പോൾ മനസ്സിലാവും, പല എംപ്ലോയീസിനെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, ഒരു മാസത്തിന്റെ തുടക്കത്തില് ഫസ്റ്റ് വീക്കിൽ അവർക്ക് ഇൻകം വരും. ഞാൻ കുറെ കാലം എംപ്ലോയി ആയിരുന്നു. പക്ഷെ സെക്കൻഡ് വീക്കോ തേർഡ് വീക്ക് ആകുമ്പോൾ കിട്ടിയ ഇൻകം തീരും. പലപ്പോഴും മന്തെങ്കില് നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ട് ഒരു മാസം എങ്ങനെയെങ്കിലും തീരാൻ വേണ്ടി കാത്തിരിക്കുന്ന ആരെയായിരിക്കും ഭൂരിഭാഗം എംപ്ലോയീസ് എന്നുള്ളത്. പലപ്പോഴും അവരുടെ
നിത്യ ചെലവുകൾക്കും എക്സ്പെൻസിനുള്ള പണം അഡ്വാൻസ് ആയിട്ട് അവർ കടം വാങ്ങിയിട്ടായിരിക്കും ഓരോ മാസവും നമ്മൾ മുന്നോട്ട് പോകാന്നുള്ളത്. ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലിറ്ററസി നമുക്ക് ഇല്ലാത്തത് കൊണ്ടും ഫൈനാൻസ് നമ്മൾ മാനേജ് ചെയ്യാൻ നമുക്ക് പ്രോപ്പറായി പറ്റാത്തത് കൊണ്ടാണ്. ഇനി എന്താണ് ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ? ഇൻകത്തിൽ നമ്മുടെ വരുമാനത്തിൽ നിന്ന് നമ്മളെ ചിലവുകൾ കഴിച്ചിട്ടുള്ളതാണ് സേവിങ്സ് എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്കറിയാം നമ്മുടെ വരുമാനം കൂടുതലാണ്, അതിന് പ്രൊപ്പോർഷനായിട്ട് ചെലവുകൾ കുറവാണെങ്കിൽ നമുക്ക് സേവിങ്സ് ഉണ്ടാവും. പക്ഷെ ഭൂരിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം വരുമാനമുണ്ട്, പക്ഷെ വരുമാനത്തെ കൂടുതൽ ചെലവാണുള്ളതെങ്കിൽ നമുക്ക് സേവിങ്സ് ഉണ്ടാവില്ല. അപ്പൊ ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ സേവിങ്സ് എന്ന് പറയുന്നത്. സോ ഇൻകം, എക്സ്പെൻഡിച്ചർ, സേവിങ്സ്, ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കാം. എങ്ങനെയാണ് ആൾക്കാര് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഏത് മേഖലയിൽ പൈസ ഉണ്ടാക്കണമെങ്കിലും ആ മേഖലയെ കുറിച്ചിട്ടുള്ള അറിവ് നമ്മൾ സമ്പാദിക്കണം. രണ്ട്, ആ മേഖലയിൽ സ്കില്ലുകൾ നമ്മൾ സമ്പാദിക്കണം. ആ മേഖലയിലെ പ്രവൃത്തി മണിക്കൂറുകൾ നമ്മൾ കൂട്ടിക്കൊണ്ടുവരണം. ഇത് മൂന്നും കൂട്ടിയാൽ മാത്രമേ നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഡെയിലി ബേസിസുള്ള ആള് വരുമാനം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും ഒരു പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകൾ വരുമാനം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും നമ്മൾ പഠിച്ചു. ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ നോളജ് എന്നുള്ളത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ ഒരുപക്ഷെ തോമസ് ചേട്ടന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തോമസ് ചേട്ടൻ എന്ന് പറയുന്നത് പള്ളിയിലെ കപ്പ്യാരായിരുന്നു. അപ്പൊ പള്ളിയിലെ കപ്പ്യാരായ തോമസ് ചേട്ടന് വിദ്യാഭ്യാസം വളരെ കുറവാണ്. അപ്പൊ ഒരു ദിവസം പള്ളിയിൽ ഒരു പുതിയൊരു അച്ഛൻ, ഒരു എന്താ പറയാ, ഒരു ചെറിയ കൊച്ചച്ഛൻ, പുതിയൊരു കൊച്ചച്ഛൻ പള്ളിയിൽ ചാർജ് എടുത്തു. അപ്പൊ അച്ഛൻ മാസിലൊക്കെ അഡ്രസ് ചെയ്യുന്ന സമയത്ത് അച്ഛൻ പറയാണ്, ഇനി പള്ളിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം എന്ത് വേണം? വിദ്യാഭ്യാസം വേണം. അറിവില്ലാണ്ടിരിക്കാൻ പറ്റില്ല. എല്ലാവരും എഴുതാനും വായിക്കാനും പഠിച്ചേ പറ്റൂ. എഴുതാനും വായിക്കാനും പഠിക്കാത്ത ഒരാൾക്ക് പള്ളിയിൽ ജോലി ഉണ്ടാവില്ല. അപ്പൊ അവൻ തോമസ് ചേട്ടനായ കപ്പ്യാരായ തോമസ് ചേട്ടൻ എന്താണ്, എഴുതാനും വായിക്കാനും അറിയില്ല. ഇത്രയും കാലം വളരെ കംഫർട്ടബിൾ ആയിട്ട് പള്ളിയിലെ മണി അടിച്ചുകൊണ്ട് കപ്പ്യാരായിട്ട് മുന്നോട്ട് പോകുന്ന തോമസ് ചേട്ടൻ ഇതൊന്നും മാനിച്ചതായിട്ട്, ഈ അച്ഛന്റെ വാക്കുകളൊന്നും ശ്രദ്ധിച്ചതായിട്ട് തോമസ് ചേട്ടൻ മാനിച്ചിട്ടേ ഇല്ല. കുറച്ച് മുന്നോട്ട് പോയി അച്ഛൻ വീണ്ടും പള്ളിയിൽ വിളിച്ചു പറഞ്ഞു, പള്ളിയിൽ പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ എഴുത്തും വായനയും പഠിച്ചിട്ടേ മുന്നോട്ട് വരാൻ പാടുള്ളൂ. തോമസ് ചേട്ടൻ മൈൻഡ് ചെയ്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോ തോമസ് ചേട്ടന്റെ പണി പോയി, കപ്പേരായിട്ടുള്ള പണി പോയി. അതുവരെ വളരെ കംഫർട്ടബിൾ ആയിരുന്നു തോമസ് ചേട്ടൻ. പക്ഷെ പണി പോയപ്പോഴാണ് അദ്ദേഹത്തിന് ശരിക്കും തിരിച്ചറിവ് ഉണ്ടായത്. കാരണം ഇത്രയും കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ പള്ളിയിലുള്ള കപ്പേരന്റെ വരുമാനം കൊണ്ടിട്ടാണ്. പുതിയ കാര്യങ്ങൾ അറിയില്ല, പുതിയ സ്കില്ല് അറിയില്ല. അദ്ദേഹം എന്നും കുർബാന കഴിയുമ്പോ അദ്ദേഹം കുർബാനയ്ക്ക് മുമ്പ് പള്ളിയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പല ആളുകളും പള്ളിയിൽ വരുമ്പോ തോമസ് ചേട്ടൻ ചോദിക്കും, മെഴുകുതിരി ഉണ്ടോ കയ്യിലെടുക്കാൻ? തീപ്പെട്ടി ഉണ്ടോ കയ്യിലെടുക്കാൻ? സിഗരറ്റ് വലിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, അവരോട് സിഗരറ്റ് ഉണ്ടോ കയ്യിലെടുക്കാൻ? അപ്പൊ തോമസ് ചേട്ടനെ ആലോചിച്ചു, ഇതൊക്കെ ആളുകൾക്ക് ഇവിടെ വരുമ്പോ ആവശ്യമുള്ളതല്ലേ, എന്തുകൊണ്ടാവില്ല? നെക്സ്റ്റ് ഡേ പള്ളി നടക്കുന്ന നേരത്ത്, മാസ് നടക്കുന്ന സമയത്ത് പള്ളിയുടെ മുറ്റത്ത് തോമസ് ചേട്ടൻ പ്രത്യക്ഷപ്പെട്ടത് കുറച്ച് ആളുകൾ ചോദിച്ച സാധനങ്ങളൊക്കെ ആയിട്ടാണ്. അതിൽ കുറച്ച് മെഴുകുതിരി ഉണ്ടായിരുന്നു, അതിൽ കുറച്ച് സിഗരറ്റ് ഉണ്ടായിരുന്നു, അതിൽ കുറച്ച് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം തുടങ്ങി വെച്ചത്. അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ബിസിനസ് അവിടെ സ്റ്റാർട്ടായി. കുറച്ച് കഴിഞ്ഞപ്പോ തോമസ് ചേട്ടന് മനസ്സിലായി ഇതൊരു ഭയങ്കര വലിയ ബിസിനസ്സാണ്. കാരണം പള്ളിയിൽ വരുന്ന പല ആളുകൾക്ക് ഇത് ആവശ്യമുണ്ട്. അതോട് തോമസ് ചേട്ടനും ഡെവലപ്പ് ആവാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് തോമസ് ചേട്ടൻ ആലോചിച്ചു, ഈ പള്ളിയുടെ മുമ്പിൽ മാത്രമല്ല ആളുകളുള്ളത്, ഈ മാസ് എല്ലാ പള്ളിയുടെ മുമ്പിലുണ്ടല്ലോ. അപ്പൊ ഈ അവിടെ വരുന്ന ആളുകളുടെ പ്രശ്നങ്ങളല്ലല്ലോ, എല്ലാ പള്ളിയുടെ മുമ്പിൽ വരുന്ന ആളുകൾക്ക് ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അദ്ദേഹം പല പള്ളികളുടെ മുമ്പിലും അദ്ദേഹത്തിന്റെ കട ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. പതുക്കെ 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 ആ നാട്ടിലെ ഏറ്റവും പൗരപ്രമാണിയായ സാമ്പത്തിക ഭദ്രതയുള്ള ആളായിട്ട് തോമസ് ചേട്ടൻ മാറി. ഒരു ഗ്രാമത്തില് ഒരു പുതിയ ബാങ്ക് തുടങ്ങുന്ന സമയത്ത് അവിടെയുള്ള പ്രധാനപ്പെട്ട ആളുകളെല്ലാം അവിടുത്തെ ആ ബാങ്കിലെ ആളുകള് ക്യാൻവാസി ഒരു വലിയ ഫംഗ്ഷൻ വെച്ചു അവരൊക്കെ വിളിച്ച് ആദരിക്കുകയാണ്. ബാങ്ക് മാനേജർ ഇങ്ങനെ പറയുകയാണ്, ഇന്ന് ഈ നാട്ടിലെ ഏറ്റവും പൗരപ്രമാണിയായ വ്യക്തിയാണ് തോമസ് ചേട്ടൻ. അദ്ദേഹത്തിന് പ്രാഥമിക വിദ്യാഭ്യാസം എഴുതാനും വായിക്കാനും പോലും അറിയാത്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് എഴുതാനും വായിക്കാനും കൂടി അറിഞ്ഞിരുന്നെങ്കിൽ ആ മനുഷ്യനെ എവിടെ എത്തിയേനെ. തിരിച്ച് നന്ദി പ്രസംഗമാണ്. നന്ദി പ്രസംഗത്തിന് തോമസ് ചേട്ടൻ എഴുന്നേറ്റിട്ട് പറയാണ്, എഴുതാനും വായിക്കാനും ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇന്നും പഴയ കപ്പേരി ആയിരുന്നു. മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു മേഖലയിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് അറിവ് തന്നെയാണ്. ആ ബേസിക് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് ആണ്
ആ വ്യക്തിയെ വിജയിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നൊരു കൊച്ചുകുട്ടിയുടെ കയ്യിൽ ഒരു 500 രൂപ നോട്ട് എടുത്ത് മുമ്പിൽ കാണിക്കുകയാണ്, കുറച്ച് ചോക്ലേറ്റ്സ് എടുത്ത് കാണിക്കുകയാണ്. കുട്ടി സ്വാഭാവികമായിട്ടും രൂപ കളക്ട് ചെയ്യുമോ അല്ലെങ്കിൽ ചോക്ലേറ്റ് കളക്ട് ചെയ്യുമോ? ഒരു സംശയമില്ല, നമുക്കറിയാം ആ കുട്ടി ചോക്ലേറ്റ് വാങ്ങുള്ളൂ. പക്ഷെ ആ കുട്ടിക്ക് അറിയില്ല ആ ചോക്ലേറ്റിനേക്കാളും വാല്യുബിൾ ആണ് ആ കയ്യിലിരിക്കുന്ന 500 ഗാന്ധി നോട്ട് എന്നുള്ളത്. കാരണം ആ ഗോട്ട് നോട്ട് ഉപയോഗിച്ചാല് ഇതിന്റെ എത്രയോ മടങ്ങ് ചോക്ലേറ്റ്സ് വാങ്ങാനായിട്ട് പറ്റുമെന്നുള്ള അറിവ് ആ കുട്ടിക്ക് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പല ആളുകളും ഇതുപോലെയാണ് നമ്മുടെ അവസ്ഥ. ഫിനാൻഷ്യൽ ആയിട്ട് നമ്മളെടുത്ത് പണം വരുന്നുണ്ട്, അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള അറിവ് നമ്മൾക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമ്മളെ പല ആളുകളുമായി ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത്, ഇപ്പൊ സേവിങ്സ് നമ്മുടെ മുമ്പിൽ ഇല്ലെങ്കിൽ നമ്മളിൽ പല ആൾക്കും കൂടപ്പിറപ്പായിട്ടുള്ള ഒരു സാധനമാണ് ഡെബിറ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ കടബാധ്യത എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഡെബിറ്റ്? ഈ ഡെബിറ്റ് നമ്മുടെ മുമ്പിൽ നിലവിൽ നമുക്ക് സേവിങ്സ് ഇല്ലെങ്കിൽ, നമ്മൾക്ക് നിലവിൽ കടമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിലവിൽ നമുക്ക് കടബാധ്യത ഉണ്ടെങ്കിൽ, നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് സേവിങ്സിനല്ല, ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഡെബിറ്റ് ഫ്രീ ആണ്. കടമില്ലാത്തൊരു വ്യക്തിയായിട്ട് മാറണം. പലപ്പോഴും നമ്മൾ കടമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കടത്തെക്കുറിച്ചാണ്. നിങ്ങൾ കടത്തെക്കുറിച്ച് ചിന്തിച്ചാൽ കടം കടന്നു വരും, നിങ്ങൾ പണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ പണം കടന്നു വരും. കാരണം പണം അവിടെ ലോ ഓഫ് അട്രാക്ഷൻ നടത്തുന്നതാണ്. അപ്പൊ പ്രകൃതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് എവറിത്തിങ് ഈസ് എനർജി എന്നാണ്. മണി ഈസ് ഓൾസോ എനർജി. അപ്പൊ പണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ പണം വരും, കടത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്ക് കടം വരും. അതുകൊണ്ട് ആദ്യമായിട്ട് നമ്മളിവിടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ പഠിക്കേണ്ടത് ഫ്രീ ആവുക എന്നുള്ളതാണ്. നമ്മളുടെ മുന്നിൽ ഉള്ള കടങ്ങൾ ഉണ്ടെങ്കിൽ ആ കടങ്ങളെ മാനേജ് ചെയ്യാനും എത്രയും പെട്ടെന്ന് ആ കടബാധ്യതയിൽ നിന്ന് പുറത്ത് കിടക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ആദ്യത്തെ നമ്മുടെ ചലഞ്ച്. അപ്പൊ കടമുള്ള ആളുകൾ ഡെറ്റ് ഫ്രീ ആവുക, ഡെറ്റ് ഫ്രീ ആയിട്ട് വരാം. ഈ കടം എന്ന് പറയുന്നത് നല്ല കടമുണ്ട്, മോശം കടമുണ്ട്. കടത്തിന് അങ്ങനെ ഉണ്ടോ? നല്ല കടം ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ നമ്മളോട്? തീർച്ചയായിട്ടുണ്ട്. സമ്പന്നരായ വ്യക്തികൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാല്, അവര് ഒരു നല്ല സക്സസ്ഫുൾ ആയ ബിസിനസ്സുകാരെ നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും, അവര് സ്വന്തം ഐഡിയ ഉപയോഗിക്കില്ല. സക്സസ്ഫുൾ ആയ ആളുകളുടെ ഐഡിയ അവർ കടമെടുക്കും. അവര് സ്വന്തം പണം ഉപയോഗിക്കില്ല. ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻവെസ്റ്റേഴ്സിന്റെ സക്സസ്ഫുൾ ആളുകളുടെ മറ്റുള്ളവരുടെ പണം അവർ കളക്ട് ചെയ്യും. 3, അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റും അതിന് പറ്റുന്ന ആളുകളുടെ ഒരു ടീമും സിസ്റ്റവും അവർ ക്രിയേറ്റ് ചെയ്യും. അപ്പോ പണം ഉണ്ടാക്കുന്നത് വലിയ വലിയ ബിസിനസ്സുകാര് സ്വന്തം ഐഡിയ ഉപയോഗിക്കില്ല, സക്സസ് ആയതിന്റെ ഉപയോഗിക്കും, സ്വന്തം പണം ഉപയോഗിക്കില്ല, പണം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നവരുടെ പണം ഉപയോഗിക്കും. അതുപോലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ, ആ പ്രൊജക്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളെ കണ്ടെത്തുകയും അതിനനുസരിച്ച് ഒരു സിസ്റ്റം ഡ്രിവൺ ബിസിനസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ആളുകൾ പൈസ ഉണ്ടാക്കുക. അപ്പൊ ഗുഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല്, നല്ല കടം എന്ന് പറഞ്ഞാൽ നമ്മൾ കടം എടുത്തുകൊണ്ട് ആ പണത്തെ മൾട്ടിപ്ലൈ ചെയ്യാനും ലോങ് റണ്ണിൽ നമുക്ക് അത് വലിയ അസറ്റ് ആക്കി മാറ്റാൻ പറ്റുന്ന കടത്തെയാണ് ഗുഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ബാഡ് ഡെപ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് എല്ലാവർക്കും ഉള്ള സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് ബാഡ് ഡെപ്റ്റ് ആണ്. അപ്പൊ ഗുഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാനൊരു ലോൺ എടുത്തു, ഒരു പ്രോപ്പർട്ടി വാങ്ങുകയാണ്. അതൊരു എന്താ പറയാ, ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആവാം, അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആവാം. ഞാൻ ലോൺ എടുത്തൊരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ആ 5 ഇയേഴ്സിലാണ് ഞാൻ ലോൺ എടുത്തത്. ആ പ്രോപ്പർട്ടി 5 വർഷം കഴിയുമ്പോൾ ഞാൻ കടമെടുത്തതിൻ്റെയൊക്കെ എത്രയോ മടങ്ങ് അപ്രീസിയേഷൻ ആ പ്രോപ്പർട്ടിക്ക് കിട്ടിയെങ്കിൽ ഞാൻ എടുത്ത കടം ഒരു ഗുഡ് ഡെബിറ്റ് ആണ്. ആ പണത്തെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ പണം ഒരു ഗുഡ് ഡെപ്റ്റ് ആണ്. അപ്പൊ പൈസ ഉണ്ടാക്കിയ ആളുകളൊക്കെ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. റോബർട്ട് കിയോസാക്കിയുടെ പല ട്രെയിനിങ്ങുകളും പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്ത ആൾക്കറിയാം, ദേ ക്രിയേറ്റഡ് വെൽത്ത് ത്രൂ ഗുഡ് ഡെപ്റ്റ്. ഗുഡ് ഡെബിറ്റിലൂടെയാണ് സക്സസ്ഫുൾ ആളുകൾ പലപ്പോഴും പൈസ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഇനി അതുകൂടാതെ എങ്ങനെയാണ് നമ്മൾ കടത്തെ മാനേജ് ചെയ്യുന്നത്? ഡെപ്റ്റ് മാനേജ്മെന്റ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു, സാമ്പത്തിക സാക്ഷരതയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു വിഷയമാണ് ഡെപ്റ്റ് മാനേജ്മെന്റ്. കടത്തെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം? ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ, നമുക്ക് കടം ഉണ്ടെങ്കിൽ
നമ്മൾ ആദ്യം നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ കടമുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യം നമ്മൾ സ്വയം അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ കടം നമുക്ക് പല രീതിയിലാണ് ഉണ്ടാവാം. ഒരിക്കലും നമുക്ക് ചിലപ്പോൾ ക്രെഡിറ്റ് കാർഡ്സ് ആയിട്ടാവാം, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്സുകളൊക്കെ മേടിക്കും നമുക്ക് കടം എടുത്തിട്ടുണ്ടാവും. പല ആളുകൾ EMI എടുക്കാം, EMI എടുക്കാം, അല്ലെങ്കിൽ 2 വീലറിലാവാം, 4 വീലറിലാവാം, വീട്ടിൽ ലോണാവാം, പേഴ്സണൽ ലോണാവാം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലെ ട്രാപ്സ് ആണ് ആപ്പ് ലോൺസ് എന്നുള്ളത്. നമ്മൾ പലപ്പോഴും അതിന്റെ പിന്നിലുള്ള എന്താ പറയുക കെണി നമുക്ക് പലപ്പോഴും അറിയില്ല. ഉടൻ പണം എന്നുള്ള നമ്മൾ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു ക്യാപ്ഷനാണ് ഈ അടുത്ത കാലത്തായിട്ട്. വളരെ വലിയ ഒരു ഫിനാൻഷ്യൽ ട്രാപ്പാണ് ഉടൻ പണം എന്നുള്ളത്. ആപ്പ് ലോൺസ് ക്ലിക്ക് ചെയ്യാൻ വിത്തിൻ സെക്കൻഡ്സ് ആ പണം നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. പക്ഷെ നമ്മൾ മുടങ്ങുമ്പോൾ അറിയാം അതിന്റെ ബേക്കിലുള്ളത്. അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് പലപ്പോഴും ആളുകൾ നോക്കാറില്ല. അയാളുടെ റീപേയ്മെന്റ് പീരീഡിൽ അയാളുടെ ഇൻട്രസ്റ്റ് റേറ്റും അതിന്റെ ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരിക്കലും നമുക്കറിയാം അത് വലിയ ഒരു ഫിനാൻഷ്യൽ ട്രാപ്സ് ആണ്. അപ്പൊ കടത്തെ മാനേജ് ചെയ്യാനുള്ള ഏറ്റവും മനോഹരമായ മാർഗത്തിൽ ഒന്നെന്ന് പറയുന്നത് നമ്മളൊരു കടമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ കടമുള്ള വ്യക്തിയാണെന്ന് നമ്മൾ സ്വയം തിരിച്ചറിയാൻ, നമ്മൾ അതിനെ ഫേസ് ചെയ്യാൻ റെഡിയാവുക എന്നുള്ളതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തത് നമ്മളുടെ കടത്തെ കുറിച്ച് വ്യക്തമായ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ ബാലൻസ് എത്രയാണ്, നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, നമ്മൾ എത്ര പേയ്മെന്റ് ഇതിന് നടത്താനുണ്ട്, നമ്മുടെ ഡ്യൂ ഡേറ്റ് എന്താണെന്ന് നോക്കുമ്പോൾ മൊത്തത്തിലുള്ള നമ്മുടെ ഡെപ്റ്റിനെ കുറിച്ച് വ്യക്തമായ ഒരു അവബോധം നമുക്ക് ഉണ്ടാവുന്നതാണ്. അപ്പൊ ഒന്ന് ഫേസ് ചെയ്യാന്നുള്ളതാണ്. രണ്ട്, നമ്മളുടെ പ്രയോറിറ്റൈസ് യുവർ ഡെപ്റ്റ്സ്. പ്രയോറിറ്റൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുള്ള കടത്തില് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഉള്ള കടങ്ങളെ ആദ്യം നമ്മൾ പേയ്മെന്റ് നടത്തി തീർക്കുക എന്നുള്ളതാണ്. നമ്മളൊരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ നിന്ന് പൈസ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 5 രൂപയോ 6 രൂപയൊക്കെയാണ് ഒരു ചിലപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൊള്ളുക, ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കാം. പക്ഷെ ഒരു എന്താ പറയാ ബാങ്കിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ നമുക്ക് ഉണ്ടാവുന്ന ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കാം. അപ്പൊ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ലോൺസ് ആണ് നമുക്കുണ്ടെങ്കിൽ, ക്രെഡിറ്റ് കാർഡ് ലോൺസിന് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്, ഡിഫോൾട്ട് റേറ്റുകളും ചാർജസും വളരെ കൂടുതലാണ്. അപ്പൊ രണ്ടാമത് കടത്തിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് പ്രയോറിറ്റൈസ് യുവർ ഡെപ്റ്റ്സ്. നിങ്ങളുടെ മുമ്പിലുള്ള കടങ്ങളിൽ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളതിനെ നമ്മൾ ആദ്യം തീർക്കാനുള്ള ടാർഗറ്റ് ഇടുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തേത്, നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ആരോടും നമ്മൾ ദേഷ്യപ്പെടേണ്ട കാര്യമില്ല, നമ്മൾ ഇമോഷണൽ ആവേണ്ട കാര്യമില്ല. എല്ലാവരോടും നല്ല ബന്ധം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് ഈ കടത്തിനെ റീപേ ചെയ്യാനുള്ള ഒരു ബഡ്ജറ്റ് പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് മൂന്നാമത്തത്. അതിനകത്ത് നമുക്ക് വരുമാനം വരുന്നുണ്ടാവും, എക്സ്പെൻസസ് ഉണ്ടാവും, സേവിങ്സ് ഉണ്ടാവും. ഇതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ ഒരു പാരലല് നമുക്ക് ഈ കടത്തെ നമുക്ക് കുറച്ച് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ബഡ്ജറ്റ് പ്ലാനിങ് ഉണ്ടാക്കുക എന്നാണ്. ഇനി നാലാമത്തത് നമുക്കറിയാം, ലോൺ എടുത്ത ആളുകൾക്കറിയാം, നമ്മൾ പലപ്പോഴും നമ്മൾ പേ ചെയ്യുമ്പോൾ ഒരു ഹൗസിംഗ് ലോൺ ആയിരിക്കട്ടെ, ഒരു പേഴ്സണൽ ലോൺ ആയിക്കോട്ടെ, നമ്മൾ എടുത്ത് പേ ചെയ്യുമ്പോൾ നമ്മൾക്ക് EMI-നേക്കാൾ കൂടുതൽ നമുക്ക് പേ ചെയ്യാൻ പറ്റിയാൽ, നമ്മളൊരു 5 വർഷം അടച്ചു, 10 വർഷം അടച്ചു, നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഈ എൻ്റയർ എമൗണ്ട് പോകുന്നത് നമ്മുടെ പ്രിൻസിപ്പളിലേക്കല്ല, നമ്മുടെ ഇൻട്രസ്റ്റിലേക്കാണെന്നുള്ള സത്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. 10 വർഷം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോഴും നമ്മൾ എടുത്ത കട അവിടെ തന്നെ ഉണ്ട്. കാരണം എന്താ, നമ്മൾ എടുക്കുന്ന പണത്തിന്റെ മന്ത്ലി അടക്കുന്ന EMIs പോകുന്നത് നമ്മുടെ ഇൻട്രസ്റ്റ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ്, പ്രിൻസിപ്പളിലേക്ക് പോകുന്നേ ഇല്ല. പക്ഷെ നമ്മൾ കൂടുതൽ എമൗണ്ട് ആണ് പേ ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും ആ എമൗണ്ട് പോകുന്നത്, എക്സ്ട്രാ എമൗണ്ട് പോകുന്നത് നമ്മുടെ പ്രിൻസിപ്പളിലേക്കാണ്. നമ്മുടെ കടത്തിൽ നിന്ന് വളരെ വേഗത്തിൽ നമുക്ക് പുറത്തു കിടക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ 4 കാര്യങ്ങള് ഡെബിറ്റുള്ള ആളുകള് മനസ്സിൽ ആലോചിക്കുക. ഒന്ന്, അവര് ഡെബിറ്റിനെ ഫേസ് ചെയ്യാൻ തയ്യാറാവുക. 2, അതിന്റെ ഒരു ആകത്തുക കണക്ക് നമ്മൾ എടുക്കുക. 3, ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളതിനെ നമ്മൾ ആദ്യം പേ ചെയ്യാൻ തീരുമാനിക്കുക. അതിനു വേണ്ടി ഒരു ബഡ്ജറ്റ് പ്ലാൻ ഉണ്ടാക്കുക. നമ്മളെ EMIs കൂടുതൽ നമ്മൾ പേ ചെയ്യാൻ ചെയ്യുക. സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ കടത്തിൽ നിന്ന് പറയാൻ പറ്റും. ഇനി അടുത്തത് നമ്മുടെ ബേസിക് നീഡ്സ്. എന്താണ് നമ്മുടെ ബേസിക് നീഡ്സ്? നമുക്കറിയാം, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ആഹാരം, വസ്ത്രം, പാർപ്പിടം. ഇന്ന് വെള്ളവും നമുക്ക് ബേസിക് നീഡ്സിൽ വരുന്ന കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും വാണ്ട്സും ഉണ്ട്, നീഡ്സ് ഉണ്ട്.
ആ വാൺസും നീഡ്സും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ള. വാൺസും നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും ആവശ്യങ്ങളുണ്ട്, അത്യാവശ്യങ്ങളുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. എല്ലാവർക്കും ആവശ്യങ്ങളുണ്ട്, എല്ലാവർക്കും അത്യാവശ്യങ്ങളുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കുക. ഫിനാൻഷ്യൽ എഡ്യൂക്കേഷനിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വാൺസ് ആൻഡ് നീഡ്സ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നീഡ്സ് എന്ന് പറയുന്നത് അത്യാവശ്യങ്ങളാണ്, വാൺസ് എന്ന് പറയുന്നത് ആവശ്യങ്ങളാണ്. നമ്മളുടെ ഫോക്കസ് എപ്പോഴും നീഡ്സിലാണ്. നമുക്കറിയാം, ഫുഡ്, നമുക്ക് ഡെയിലി സർവൈവലിന് ഫുഡ് നമുക്ക് ആവശ്യമാണ്, അത് നീഡ് ലിസ്റ്റാണ്, അത്യാവശ്യമാണ്. ക്ലോത്ത്സ് നമ്മുടെ സർവൈവലിന് ആവശ്യമാണ്, അത്യാവശ്യമാണ്. ഷെൽട്ടർ നമ്മുടെ സർവൈവലിന് ആവശ്യമാണ്. ഇലക്ട്രിസിറ്റി ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, വാട്ടർ ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇന്ന് ഈ കാലഘട്ടത്തിൽ വൈഫിനേക്കാളും വൈഫ് പോലെ ഇമ്പോർട്ടന്റ് ആണ് വൈഫ് എന്നുള്ളത്. വൈഫും വൈഫും ഒരുപോലെയാണ്. അപ്പൊ ഒരു മൊബൈൽ ഫോണും അതിന് ഒരു കണക്ഷനും നമുക്ക് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു വീട്ടിൽ എത്ര മെമ്പർ ഉണ്ടോ അതൊക്കെ നമുക്ക് ആവശ്യമാണ്. കുക്കിങ്ങിന് ഗ്യാസ് ആവശ്യമാണ്. ട്രാൻസ്പോർട്ടേഷന് വേണ്ടി നമുക്ക് പൈസ ആവശ്യമാണ്. അത് നിങ്ങൾ ബസ്സിലായിക്കോട്ടെ, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ, ടൂ വീലറോ ഫോർ വീലർ ആയിക്കോട്ടെ, ട്രെയിൻ ആയിക്കോട്ടെ, ഫ്ലൈറ്റ് ആയിക്കോട്ടെ, ഏത് മീഡിയം നിങ്ങൾ ഉപയോഗിച്ചാലും നിങ്ങളുടെ ട്രാവലിന്റെ കൺവീനിയൻസും കംഫോർട്ടിനും ലക്ഷറിക്കും അനുസരിച്ച് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസസ് നിങ്ങൾക്കുണ്ടാവും. അത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അത് അത്യാവശ്യമാണ്. മെഡിസിൻസ് നമ്മൾ കയ്യിലുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല, അത് ആവശ്യമല്ല, അത്യാവശ്യമാണ്. ഹെൽത്ത് ഇൻഷുറൻസ്, പലപ്പോഴും ഒരു പനി വന്നാൽ നമുക്ക് നമ്മുടെ സാമ്പത്തിക ഭദ്രത പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത്. സോ ഹെൽത്ത് ഇൻഷുറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഹെൽത്തിനെ നമുക്ക് നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള യോഗയും ജിമ്മോ ഒക്കെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അത് നമ്മുടെ നീഡ് ലിസ്റ്റിലുള്ള. ഈ വാൺ ലിസ്റ്റിൽ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങളുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളുടെ കയ്യിൽ ഒരു എക്സ്പെൻസീവ് മൊബൈൽ ഫോൺ കാണുമ്പോൾ നമുക്കും അത്തരത്തിലുള്ള ഒരു മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ ഒക്കെ വാങ്ങണം എന്ന് നമ്മൾ തോന്നും. എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സുകള് അത് വാൻ ലിസ്റ്റിലുള്ളതാണ്. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സുകള്, അതുപോലെ കോസ്റ്റ്ലി ഫുഡുകള്, ജ്വല്ലറീസ്, എക്സ്പെൻസീവ് വാച്ചസ്, എക്സ്പെൻസീവ് ഹോം അപ്ലയൻസസ്, ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം നമുക്ക് വാണ്ട് ലിസ്റ്റിലുള്ളതാണ്. അപ്പൊ നമുക്ക് നീഡ്സ് ഉണ്ട്, വാൻസ് ഉണ്ട്, നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് നീഡ്സ്? നീഡ്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. വാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളാണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് നീഡ്സിനെയും വാൻസിനെയും വേർതിരിക്കലാണ്. അപ്പൊ നീഡ്സും വാൻസും ഒന്നാണ് നമ്മൾ തിരിക്കരുത്. നമ്മുടെ നീഡ്സും വാൻസിനെ നമ്മൾ വേർതിരിക്കലാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത്, ഏറ്റവും പ്രധാനപ്പെട്ടത് 50-30-20 റൂൾ ഫോളോ ചെയ്യുന്നതാണ്. എന്താണ് 50-30-20 റൂൾ എന്ന് പറയുന്നത്? നമുക്ക് വരുമാനം വരുന്നുണ്ടെങ്കിൽ വരുമാനത്തിന്റെ 20% നമ്മൾ എന്തിൽ വെക്കണം? സേവിങ്സിലേക്ക് മാറ്റി വെക്കണം. 50% നമ്മൾ എന്തിനു വേണ്ടി മാറ്റി വെക്കണം? നമ്മുടെ നീഡ്സ്, അതായത് അത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കണം. 30% മാത്രമേ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് മാറ്റിയാൻ പറ്റൂ. ഈ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നമ്മൾ ചെയ്യാനായിട്ട് തയ്യാറായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ സാമ്പത്തികം മാനേജ് ചെയ്യാനുള്ള ആദ്യത്തെ പടിയായി. ഉദാഹരണം, പല ആളുകളും വിചാരിക്കുന്നത് എനിക്കിപ്പോ നിലവിൽ കുറഞ്ഞ വരുമാനം ഉള്ളത്, വരുമാനം കൂടിയിട്ട് ഞാനിത് ഫോളോ ചെയ്യാന്ന് വിചാരിച്ചാൽ അതൊരിക്കലും പോസിബിൾ അല്ല. കാരണം നിങ്ങളുടെ വരുമാനം കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ എക്സ്പെൻസസും കൂടും. അപ്പോ വരുമാനവും എക്സ്പെൻസസും കൂടിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ വരുമാനം, ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത് നിങ്ങൾ വലിയ വരുമാനത്തിൽ എത്തുമ്പല്ല. നിങ്ങൾക്ക് 1000 രൂപ വരുമാനം കിട്ടുമ്പോ 200 രൂപ നിങ്ങൾ സേവിങ്സിന് വേണ്ടി ആദ്യമേ മാറ്റുക. ഇത് അവസാനം സേവിങ്സിന് മാറ്റാൻ വിചാരിച്ചാൽ 200 രൂപ പോയിട്ട് 2 രൂപ പോലും അവിടെ ബാക്കി ഉണ്ടാവില്ല. അപ്പൊ 20% നിങ്ങളുടെ സേവിങ്സിന് വേണ്ടി മാറ്റി വെക്കുക. ഇനി 50% ഞാൻ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച നിങ്ങളുടെ മന്ത്ലി നീഡ്സ് ലിസ്റ്റ്, അത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം. 1000 രൂപയാണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ 200 രൂപ നിങ്ങൾ സേവിങ്സിന് പോയി, 500 രൂപ നിങ്ങളുടെ നീഡ്സിലേക്ക് നിങ്ങൾ മാറ്റി വെക്കുകയാണ്. ആ നീഡ്സിന് വേണ്ടി മാത്രമേ നിങ്ങൾ പോയിട്ടുള്ളൂ, അത്യാവശ്യങ്ങളിലേക്ക് മാറ്റി വെക്കുകയാണ്. 300 രൂപ മാത്രമാണ് നിങ്ങളുടെ വാൻസ് ലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഈ ഒരു ഡിസിപ്ലിൻ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ഭദ്രതയുടെ ഒരു ആദ്യത്തെ ഘട്ടമായി. ഇനി നിങ്ങൾക്ക് 1000-ന് പകരം നിങ്ങൾക്ക് ഒരു 10,000 രൂപ നിങ്ങൾ ഇൻകം കിട്ടുകയാണെങ്കിൽ അതിന്റെ 20% എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 2000 രൂപ നിങ്ങൾ മാസം സേവിങ്ങിൽ വെക്കണം.
5000 രൂപ നിങ്ങളുടെ നീഡ്സ്, അത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം. 3000 രൂപ നിങ്ങൾ എന്തിനു വെക്കണം? നിങ്ങളുടെ വാൺസ്, നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഈ ഒരു റേഷ്യോ നിങ്ങൾ ഫോളോ ചെയ്യണം. നിങ്ങൾ മാസം 1,00,000 രൂപ നിങ്ങൾ ഇൻകം മേടിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ 1,00,000 രൂപയുടെ 20% എന്ന് പറയുമ്പോൾ 20,000 രൂപ നിങ്ങൾ സേവിങ്സിന് വേണ്ടി മാറ്റി വെക്കണം. നിങ്ങളുടെ വരുമാനം കൂടുന്നതനുസരിച്ച് 50,000 രൂപ നിങ്ങളുടെ നീഡ്സിന് വേണ്ടി നിങ്ങൾക്ക് മാറ്റി വെക്കാന്നുള്ള ഡിസിപ്ലിൻ നിങ്ങൾ കാണിക്കണം. 30,000 രൂപയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുക. ഈ ഒരു റേഷ്യ നിങ്ങൾ ഫോളോ ചെയ്യാന്നാണ് ഫിനാൻഷ്യൽ ഡിസിപ്ലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ABCDയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. എന്താണ് ലയബിലിറ്റി, എന്താണ് അസറ്റ്? ഒരു ഫിനാൻഷ്യൽ എഡ്യൂക്കേഷന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ബേസ് എന്ന് പറയുന്നത് ലയബിലിറ്റി, അസറ്റ്. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ബാധ്യത, അസറ്റ് എന്ന് പറഞ്ഞാൽ ആസ്തി. അപ്പൊ ഇത് തമ്മിലുള്ള ഫണ്ടമെന്റൽ ഡിഫറൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ലയബിലിറ്റി, എന്താണ് അസറ്റ്? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, അക്കോർഡിംഗ് ടു റോബർട്ട് കിയോസാക്കി, നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം തരുന്നതിനെ അസറ്റ് എന്നും നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം ചോർന്നു പോകുന്നതിനെ ലയബിലിറ്റി എന്ന് പറയുന്നു. എനിത്തിങ് വിച്ച് ഈസ് ഗിവിംഗ് മണി ഇൻ ടു ദി പോക്കറ്റ് ഈസ് നോൺ ആസ് അസറ്റ് ആൻഡ് എനിത്തിങ് വിച്ച് ഈസ് ടേക്കൺ മണി ഫ്രം യുവർ പോക്കറ്റ് ഈസ് ലയബിലിറ്റി. ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് പോക്കറ്റിൽ നിന്നൊക്കെ പണം തരുന്നതിനെ അസറ്റ് എന്നും പോക്കറ്റിൽ നിന്ന് പണം ചോർത്തുന്നതിനെ നമ്മൾ ലയബിലിറ്റി എന്ന് പറയും. ഉദാഹരണമായിട്ട് നിങ്ങൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഒരു ബേസിക് ആയിട്ടുള്ള മൊബൈൽ ഫോൺ ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. ഒരു ബേസിക് ഫോൺ, ഏറ്റവും നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു ബേസിക് ഫോൺ വാങ്ങുന്നതിന് വേണ്ടി ഒരു പക്ഷെ ഒരു 20,000 രൂപ നമുക്ക് ആവശ്യമുണ്ടെന്ന് വിചാരിക്കുക. ആ 20,000 രൂപയുടെ ഒരു മൊബൈൽ ഫോൺ നമ്മൾ വാങ്ങുമ്പോൾ ആ മൊബൈൽ ഫോൺ നമുക്ക് അസറ്റ് ആണോ, നമുക്ക് ലയബിലിറ്റി ആണോ? ആ മൊബൈൽ ഫോൺ നമ്മൾക്ക് ഒരു ബേസിക് നീഡ്സിൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. നിങ്ങളൊരു ബിസിനസ്സുകാരനാകുമ്പോൾ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ മാനേജ് ചെയ്യുന്നതും റൺ ചെയ്യുന്നതും മോണിറ്റർ ചെയ്യുന്നതും എല്ലാം ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടാണ്, ആസ് എ നെറ്റ്വർക്ക് എന്നുള്ളതിൽ. ബിസിനസിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്നു, ആ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കി തരുന്നു, അത് നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം തരുന്നുണ്ടെങ്കിൽ ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾ ആളുകളെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾ ആളുകളെ പ്രോസ്പെക്ട് ചെയ്യുന്നുണ്ട്, ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ആളുകളെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾ ആളുകളെ സെയിൽ ക്ലോസ് ചെയ്യുന്നുണ്ട്, ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾ ആളുകളെ ആക്റ്റീവ് ആക്കുന്നുണ്ട്. നിങ്ങളുടെ ബിസിനസിന്റെ ഡെവലപ്മെന്റ്സിന് വേണ്ടി ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് ആ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് പണം ഉണ്ടാക്കി തരുന്നുണ്ടെങ്കിൽ ആ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് അസറ്റ് ആണ്. മറിച്ച് മൊബൈൽ ഫോൺ നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസിന് വേണ്ടിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ മൊബൈൽ ഫോൺ എല്ലാ മാസവും നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പിന്നെ ആ മൊബൈൽ ബില്ലായിട്ട് നിങ്ങളുടെ അടുത്തുനിന്ന് ആ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്കൊരു ലയബിലിറ്റി ആണ്. നിങ്ങളൊരു ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ ആ ലാപ്ടോപ്പ് ഇനി നിങ്ങൾ ഒരു എന്താ പറയാ സോഷ്യൽ മീഡിയ കണ്ടന്റ് ജനറേറ്റർ ആയതാണ്. നിങ്ങൾ 20,000 രൂപയ്ക്ക് പകരം 1,00,000 രൂപയ്ക്ക് വരെ വിലയുള്ള ക്വാളിറ്റിയുള്ള ഒരു ഐഫോൺ ആണ് വാങ്ങിയെന്ന് വിചാരിക്കുക. ആ ഐഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മനോഹരമായ വീഡിയോസ് ഷൂട്ട് ചെയ്യാണ്. ആ ഷൂട്ട് ചെയ്തിട്ട് ആ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്തുകൊണ്ട് യു ആർ മേക്കിംഗ് ഹ്യൂജ് മണി. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ അസറ്റ് ആണോ, നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒരു ലയബിലിറ്റി ആണോ? 100% നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾക്കൊരു അസറ്റ് ആണ്. അപ്പൊ ദിസ് ഇസ് ദി ഫണ്ടമെന്റൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊരു ലാപ്ടോപ്പ് മേടിച്ചാലും അത് അസറ്റ് ആവാം, അത് ലയബിലിറ്റി ആവാം. നിങ്ങളൊരു ലാപ്ടോപ്പ് വാങ്ങിക്കുന്നു, നിങ്ങൾ അത് മൂവി കാണാൻ ഉപയോഗിക്കുന്നു, എന്റർടൈൻമെന്റ് ഉപയോഗിക്കുന്നു, സോഷ്യൽ മീഡിയക്ക് ഉപയോഗിക്കുന്നു. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ആ ലാപ്ടോപ്പ് നിങ്ങൾക്ക് കംഫോർട്ട് തരുന്നുണ്ട്. പക്ഷെ അത് ഒരു ലയബിലിറ്റി ആണെങ്കിൽ നിങ്ങൾ ആ ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആ ലാപ്ടോപ്പ് സഹായകരമാണെങ്കിൽ ആ ലാപ്ടോപ്പ് നിങ്ങൾക്ക് ഒരു അസറ്റ് ആണ്. നിങ്ങളൊരു സ്കൂട്ടർ വാങ്ങുകയാണ്, ആ സ്കൂട്ടർ വാങ്ങുമോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബൈക്ക് വാങ്ങുകയാണ്. ആ ബൈക്ക് വാങ്ങുമ്പോൾ ആ ബൈക്ക് നിങ്ങൾക്ക് ട്രാവൽ കംഫോർട്ട് തരുന്നുണ്ട്. പക്ഷേ ആ ബൈക്ക് നിങ്ങൾക്ക് അസറ്റ് ആണോ ലയബിലിറ്റി ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ കംഫോർട്ടാണ് ആ ബൈക്കിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ലയബിലിറ്റി ഉണ്ടാവും. ഒരു EMI ആണ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് ലയബിലിറ്റി ഉണ്ടാവും. മറിച്ച് ആ ബൈക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യുകയും ആ ബൈക്ക് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കി തരികയാണെങ്കിൽ ആ ബൈക്ക് നിങ്ങൾക്ക് അസറ്റ് ആണ്. ആ ബൈക്ക് നിങ്ങൾ ഒരാൾക്ക് റെന്റിൽ കൊടുത്തിട്ട് റെന്റലിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അസറ്റ് ആണ്. നിങ്ങളുടെ ബൈക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഒരു സൊമാറ്റോയോ അല്ലെങ്കിൽ ഊബർ ഈറ്റ്സിനോ ഒക്കെ ഓടിയിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അതൊരു അസറ്റ് ആണ്. അപ്പൊ ബൈക്ക് നിങ്ങൾക്ക് ലയബിലിറ്റി ആവാം, അസറ്റ് ആവാം. നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് ലയബിലിറ്റി ആവാം, അസറ്റ് ആവാം. ഒരു കാർ നമുക്ക് ലയബിലിറ്റി ആണോ, അസറ്റ് ആണോ? മൈ ഡിയർ ഫ്രണ്ട്സ്, കാറിന്റെ അവസ്ഥ ഇതാണ്. പല ആളുകളും കാർ വാങ്ങുന്നുണ്ട്.
പല ആളുകളും വിചാരിച്ചിരിക്കുന്നത്, മിഡിൽ ക്ലാസ് ആളുകൾ പലപ്പോഴും വിചാരിച്ചിരിക്കുന്നത് കാറ് എന്റെ ഒരു അസറ്റ് ആണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, കാർ ഒരിക്കലും നിങ്ങളുടെ ഒരു അസറ്റ് അല്ല. കാറ് നിങ്ങളുടെ ഒരു ലയബിലിറ്റിയാണ്. 100% ലയബിലിറ്റിയാണ്. കാരണം ആ കാർ വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്കൊരു കാറിന്റെ ടോട്ടൽ കോസ്റ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആവുന്നുണ്ട്. EMI ഉണ്ടെങ്കിൽ അഗെയിൻ എന്താണ് EMI? ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്. അപ്പൊ മാസാമാസം അടക്കേണ്ട ലയബിലിറ്റി ആണത്. അത് നിങ്ങൾക്കൊരു ലയബിലിറ്റിയാണ്. ഇനി ആ കാറിനെ സംബന്ധിച്ചിടത്തോളം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ ടാക്സ് പേ ചെയ്യണം, 3 വർഷത്തെ ഇൻഷുറൻസ് പേ ചെയ്യണം, 1 വർഷം കഴിഞ്ഞ് പൊല്യൂഷൻ എടുക്കണം. ഇതെല്ലാം ഡെയിലി റണ്ണിങ്ങിന് വേണ്ടിയുള്ള പെട്രോൾ എക്സ്പെൻസസ് ഉണ്ടാവും, മെയിൻ്റനൻസ് ഉണ്ടാവും. ഇതെല്ലാം നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പൈസ ചോർത്തുന്നതാണ്. ആ കാറ് നിങ്ങൾക്കൊരു ലയബിലിറ്റിയാണ്. മറിച്ച് ആ കാറ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലോകം മുഴുവൻ ബിസിനസ് ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കുകയും ആ ഓടുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ആ കാറ് നിങ്ങൾക്ക് പണം ഉണ്ടാക്കി തരുന്നുണ്ടെങ്കിൽ ആ കാറ് നിങ്ങൾക്ക് ഒരു അസറ്റ് ആണ്. അപ്പൊ ഒരേ സാധനം തന്നെ ലയബിലിറ്റി ആവാം, ഒരേ സാധനം തന്നെ അസറ്റ് ആവും. നിങ്ങൾ കാറ് റെന്റലിന് കൊടുത്തിരിക്കുകയാണ്, ആ മാസാമാസം നിങ്ങൾക്ക് റെന്റൽ ഇൻകം വരുന്നുണ്ടെങ്കിൽ ആ കാർ നിങ്ങൾക്കൊരു അസറ്റ് ആണ്. ഇനി നിങ്ങൾ ഒരു വീട് വാങ്ങുന്നു. ഭൂരിഭാഗം ആളുകളുടെ, മലയാളികളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് സ്വന്തമായ ഒരു വീട് എന്നുള്ളത്. ഒരു വീട് നമുക്ക് ലയബിലിറ്റി ആണോ അസറ്റ് ആണോ? ഒരു വീട് നമുക്ക് 100% ഫിനാൻഷ്യൽ ടേംസിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഒരു വീട് നമുക്ക് ലയബിലിറ്റി ആണ്. കാരണം എല്ലാ മാസവും ആ വീട് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് നിങ്ങളുടെ പണം ചോർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വീടിന്റെ മെയിൻ്റനൻസിന് പണം ആവശ്യമാണ്. അവിടെ ഇലക്ട്രിസിറ്റി ബില്ല് നിങ്ങൾ പേ ചെയ്യുന്നുണ്ട്, വാട്ടർ ബില്ല് നിങ്ങൾ പേ ചെയ്യുന്നുണ്ട്, ഗ്യാസ് നിങ്ങൾ പേ ചെയ്യുന്നുണ്ട്, അവിടെ മെയിൻ്റനൻസിന് നിങ്ങൾ പൈസ ആവശ്യമുണ്ട്, കുറെ കഴിയും. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ വീടുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുമ്പോ ആ വീട് നമുക്ക് അസറ്റ് ആണോ ലയബിലിറ്റി ആണെങ്കിൽ, ഫിനാൻഷ്യൽ ടേംസിൽ പറഞ്ഞാൽ ആ വീട് നിങ്ങൾക്ക് ലയബിലിറ്റി ആണ്. പക്ഷെ ചിലപ്പോൾ വീട് നിങ്ങൾക്ക് അസറ്റ് ആയിട്ട് മാറാം. എങ്ങനെ? നിങ്ങൾക്കൊരു വീടുണ്ട്, ആ വീട് നിങ്ങൾ വാടക കൊടുത്തിട്ടിരിക്കുകയാണ്. എല്ലാ മാസവും ആ വീട്ടിലൂടെ നിങ്ങൾക്ക് ഒരു വരുമാനം നിങ്ങളുടെ പോക്കറ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ വീട് നിങ്ങൾക്ക് ഒരു അസറ്റ് ആണ്. നിങ്ങൾക്കൊരു ഷോപ്പ് ഉണ്ട്, അത് നിങ്ങൾ റെന്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്, എല്ലാ മാസവും നിങ്ങളിലേക്ക് വരുമാനം തരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ലയബിലിറ്റി അല്ല, അസറ്റ് ആണ്. അപ്പൊ ഡിഫറൻസ് ബിറ്റ്വീൻ ലയബിലിറ്റിയും അസറ്റും നമ്മൾ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കുക. ഒരു വീട് നമുക്ക് അസറ്റും ആവും ലയബിലിറ്റി ആവും, ഒരു കാറ് നമുക്ക് അസറ്റും ആവും ലയബിലിറ്റി ആവും, ഒരു മൊബൈൽ ഫോൺ നമുക്ക് അസറ്റും ആവും ലയബിലിറ്റി ആവും. എന്താണ് അസറ്റ്, എന്താണ് ലയബിലിറ്റി? ഓൺ ദ ബേസിസ് ഓഫ് ഇൻകം നമുക്ക് 3 രീതിയിലുള്ള കാറ്റഗറിയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. 1 പുവർ, 2 മിഡിൽ ക്ലാസ്, 3 റിച്ച്. ബേസിസ് സാമ്പത്തികത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 3 കാറ്റഗറിയാണുള്ളത്. 1 ഏറ്റവും താഴെത്തട്ടിലുള്ള പുവർ എന്ന് പറയുന്ന കാറ്റഗറിയാണ്, രണ്ടാമത്തത് മിഡിൽ ക്ലാസ് ആണ്, മൂന്നാമത്തെ. ഇനി മിഡിൽ ക്ലാസ്സിന് വേണമെങ്കിൽ 2 കാറ്റഗറി ആയിട്ട് വേണമെങ്കിൽ ഒന്നും കൂടി പറയാം. 1 ലോവർ മിഡിൽ ക്ലാസും 2 അപ്പർ മിഡിൽ ക്ലാസും. അപ്പൊ ഇതിനാണ് രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പൊ പുവർ, ലോവർ മിഡിൽ ക്ലാസ്, അപ്പർ ക്ലാസ്. ഇനി നമുക്കൊന്ന് മനസ്സിലാക്കാന്ന് വെച്ചാല് ഇവരുടെ എല്ലാം വ്യത്യാസമുണ്ട്, ഇവരുടെ എല്ലാം തോട്ട് പ്രോസസ്സിൽ വ്യത്യാസമുണ്ട്. വിജയിച്ച ആളുകൾ, റിച്ച് ആയിട്ടുള്ള ആളുകളുടെ മൈൻഡ് സെറ്റും ഒരു പുവർ ആയിട്ടുള്ള ആളുകളുടെ മൈൻഡ് സെറ്റും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോ സക്സസ് നമ്മൾ എടുത്തു നോക്കിയാൽ, നമുക്ക് സമ്പന്നനാവണമെന്ന് നമ്മൾ ആഗ്രഹം ഒന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞൊരു ക്ലാസ്സിൽ പല രീതിയിലുള്ള മൈൻഡ് സെറ്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. സക്സസിന് വേണ്ട മൈൻഡ് സെറ്റിനെ കുറിച്ച്, ഹാർട്ട് സെറ്റും സോൾ സെറ്റും അതുപോലെ തന്നെ. അപ്പൊ അതുപോലെ നമുക്ക് വിജയിക്കുന്നതിന് വേണ്ട ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ആവശ്യമാണ്. റിച്ച് ആയിട്ടാവണമെങ്കിൽ ഒരു മൈൻഡ് സെറ്റ്, അവരുടെ തോട്ട് പ്രോസസ്സ് വ്യത്യാസമാണ്, അവരുടെ സ്പെൻഡിങ് കൾച്ചർ വ്യത്യാസമാണ്, അവരുടെ ലൈഫ് സ്റ്റൈൽസ് വ്യത്യാസമാണ്, അവരുടെ ആക്ഷൻസ് വ്യത്യാസമാണ്, അവരുടെ അറിവിലും ആറ്റിറ്റ്യൂഡ്സിലും വ്യത്യാസമാണ്. അപ്പൊ ഇതാണ് ഓൺ ദ ബേസിസ് ഓഫ് ഫിനാൻസ്. നമുക്കറിയാം, നമ്മളെ ഭൂരിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം കോമൺ മിഡിൽ ക്ലാസ് ആളുകൾ അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ് ആളുകളുടെ എല്ലാം പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവര് അസറ്റ് ആണെന്ന് ധരിച്ചു വാങ്ങിക്കൂട്ടുന്നത് പലതും അവരെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഒരു ലയബിലിറ്റിയാണ്. ഇത് അവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. മിഡിൽ ക്ലാസിന്റെ മെയിൻ പ്രോബ്ലത്തില് അവര് അസറ്റ് ആണെന്ന് വിചാരിച്ച് അവര് വാങ്ങിക്കൂട്ടുന്നത് പലതും അവരുടെ ലയബിലിറ്റി ആണ് എന്നുള്ള ഒരു ബോധ്യം അവർക്കില്ല എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ഏലിയൻ വരികയാണ്, ഒരു അന്യഗ്രഹ ജീവി വരികയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ 3 ലക്ഷം രൂപ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയുള്ള ഒരു അന്യഗ്രഹ ജീവി വന്നിട്ട് ഒരു പൂവറായിട്ട് വ്യക്തിക്ക് 1 ലക്ഷം രൂപ കൊടുക്കുകയാണ്, ഒരു മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്ക് 1 ലക്ഷം രൂപ കൊടുക്കുകയാണ്, ഒരു റിച്ച് ആയിട്ടുള്ള ആൾക്ക് 1 ലക്ഷം രൂപ കൊടുക്കുകയാണ്. ഈ 3 പേർക്കും 1 ലക്ഷം രൂപ തന്നെയാണ് വിളിച്ചത്. പൂവറായ ആളെടുത്ത് നോക്കുമ്പോൾ അയാൾക്ക് ആവശ്യമുള്ള ആളുകളും
ആ പണത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും. ഒരാളെ സംബന്ധിച്ച് 1 ലക്ഷം രൂപ കിട്ടിയാൽ അയാളുടെ ആവശ്യങ്ങൾ അത്യാവശ്യങ്ങൾ അപ്പൊ തന്നെ തീരും. അതോടുകൂടി ആ 1 ലക്ഷം രൂപയുടെ കാര്യം ബാലൻസ് 0 ആണ്. ഒരു മിഡിൽ ക്ലാസ്സിൽ വന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കും ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും ഉണ്ട്. അയാളെ സംബന്ധിച്ചും ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും ഒക്കെ മീറ്റ് ചെയ്ത് വരുമ്പോൾ അയാളുടെ കയ്യിലും മിച്ചം വെക്കാൻ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ സക്സസ്ഫുൾ റിച്ച് ആയിട്ട് ഒരാളെ എടുത്ത് നിങ്ങളൊന്ന് പരിശോധിച്ചേക്കാൾ അയാളുടെ കയ്യിലേക്ക് പണം വന്നു കഴിഞ്ഞാൽ അയാളുടെ ആവശ്യത്തിനെയും അത്യാവശ്യത്തിനെയും മാനേജ് ചെയ്യാൻ അയാൾക്ക് അറിയുന്നത് കൊണ്ട് അയാൾ ആ പണത്തെ റീഇൻവെസ്റ്റ് ചെയ്യുകയും മൾട്ടിപ്ലൈ ചെയ്യാനുമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നതാണ്. അപ്പൊ സക്സസ് ആയ ആളുകളും റിച്ച് ആയിട്ടുള്ള ആളുകളും അവരുടെ പണത്തിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അവരുടെ ആവശ്യങ്ങളെയും അത്യാവശ്യങ്ങളെയും ഇമോഷണലായിട്ടും കൈകാര്യം ചെയ്യാതെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് അതിനെ മാനേജ് ചെയ്യാനുള്ള അറിവും കഴിവും തന്റെ ഇടമുള്ള ആളുകളാണ് റിച്ച് ആയിട്ടുള്ള ആളുകൾ. സോ റിച്ച് പീപ്പിളുടെ ബേസിക് നോളജ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാനുള്ളതാണ്. ഇനി ABCD ഓഫ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ. ഫിനാൻഷ്യൽ ബേസിക് ABCD എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എന്താണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങളുടെ ഇൻകം എന്താണെന്ന് നിങ്ങൾ അറിയണം. അതെന്താണെന്ന് ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. എക്സ്പെൻഡിച്ചർ എന്താണെന്ന് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. ലയബിലിറ്റി എന്താണെന്ന് നമ്മൾ സംസാരിച്ചു. അസറ്റ്സ് എന്താണെന്ന് സംസാരിച്ചു. ക്യാപിറ്റൽ, നമുക്ക് പല രീതിയിലുള്ള ക്യാപിറ്റൽ ഉണ്ട്. നമ്മുടെ ഷെയർസും ബോൺസും ഒക്കെ നമ്മുടെ ക്യാപിറ്റൽസ് ആണ്. അപ്പൊ ക്യാപിറ്റൽ, ഈ കാര്യങ്ങൾ ABCD ആണ്. നമ്മുടെ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷന്റെ ബേസിക് ആയിട്ടുള്ള ABCD ആണ് ഇത്. വേൾഡ് ഫേമസ് എക്കോണമിസ്റ്റ് ആയിട്ടുള്ള റോബർട്ട് കിയോസാക്കിയുടെ പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളിലൊന്നാണ് റിച്ച് ഡാഡ് പുവർ സീരീസ്. അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ. ലോകത്തിലെ ഓൺ ദ ബേസിസ് ഓഫ് ഇൻകം, ലോകത്തിൽ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ 4 കാറ്റഗറി ഓഫ് ആളുകളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ കാറ്റഗറി നമുക്കറിയാം, ലോകത്ത് 95% ആളുകളും ഐദർ എംപ്ലോയീസ് ഓർ സെൽഫ് എംപ്ലോയീസ് ആണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, വെറും 5% ആളുകൾ മാത്രമാണ് ബിഗ് ബിസിനസ് ഓണേഴ്സും ഇൻവെസ്റ്റർ ക്ലാസ്സിലും ഉള്ളത് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ ലോക ജനസംഖ്യയുടെ 95% വരുന്നത് ഈ ക്യാഷ് ഫ്ലോ കോഡിന്റെ ഇടതുവശത്താണ്. അവർ ഐദർ എംപ്ലോയീസോ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയി കാറ്റഗറി ആണെന്നുള്ളതാണ്. വലതുവശത്തുള്ള ബിസിനസ് ഓണേഴ്സ് ഓൺലി 5% ഉണ്ട്. പക്ഷെ വേൾഡ് വെൽത്ത് എടുത്ത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ വേൾഡ് വെൽത്തിന്റെ 5% മാത്രമാണ് ഇടതുവശത്തെ എംപ്ലോയി സെൽഫ് എംപ്ലോയി ക്ലാസ്സിലുണ്ടെങ്കിൽ വേൾഡ് വെൽത്തിന്റെ 95% കിടക്കുന്നത് വലതുവശത്തുള്ള ബിഗ് ബിസിനസ് ഓണേഴ്സിന്റെയും ഇൻവെസ്റ്റർ ക്ലാസിന്റെയും കയ്യിലാണ്. എന്താണ് ഇതിന്റെ ഫണ്ടമെന്റൽ ഡിഫറൻസ്? ഈ വ്യവസായത്തിൽ വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, എംപ്ലോയി ക്ലാസും ബിസിനസ് ക്ലാസ്സും ഉള്ള ഫണ്ടമെന്റൽ ഡിഫറൻസ് എന്ന് പറയുന്നത്, എംപ്ലോയി ക്ലാസ്സിലും സെൽഫ് എംപ്ലോയി ക്ലാസ്സുകളും നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അവർക്ക് വരുമാനം ലഭിക്കുന്നത് അവരുടെ അറിവും അവരുടെ കഴിവും അവരുടെ പ്രവൃത്തി പരിചയവും അവരുടെ പ്രവൃത്തി മണിക്കൂറുകളും ഡിപ്പെൻഡഡ് ആണ്. സ്വാഭാവികമായിട്ടും അത് ലിമിറ്റഡ് ആയതുകൊണ്ട് അവരുടെ വരുമാനവും ലിമിറ്റഡ് ആണ്. നിങ്ങൾ എത്ര മിടുക്കനായ പ്രൊഫഷണൽ ആയ ഒരു ഡോക്ടർ ആയിക്കോട്ടെ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിക്കോട്ടെ, അഡ്വക്കേറ്റ് ആയിക്കോട്ടെ, ഏത് പ്രൊഫഷണൽ ആയിക്കോട്ടെ, പ്രൊഫഷണൽ ആണെങ്കിൽ പോലും നിങ്ങളുടെ വരുമാനവും അറിവും കഴിവും പ്രവൃത്തി മണിക്കൂറുകളിൽ ലിമിറ്റഡ് ആണ്. നിങ്ങളുടെ വരുമാനം ലിമിറ്റഡ് ആണ്. ഇനി ഇടതുവശത്തുള്ള ആളുകൾക്ക് റിസ്ക് എടുക്കാൻ വളരെ പേടിയാണ്. എന്താ റിസ്ക്? നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നഷ്ടപ്പെടുന്നതാണ് റിസ്ക് എന്ന് പറയുന്നത്. പലപ്പോഴും ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ വളരെയധികം മടിയുള്ള ആളുകളാണ്. പക്ഷെ വലതുവശത്തുള്ള ആളുകൾ എടുത്ത് മനസ്സിലാക്കിയാൽ അവരൊക്കെ റിസ്ക് എടുക്കാൻ കപ്പാസിറ്റി ഉള്ളതാണ്. കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകളാണ് ബിസിനസ് ഓണേഴ്സും ഇൻവെസ്റ്റർ ക്ലാസ്സിലുള്ള ആളുകൾ പറയും. ഇനി ഇടതുവശത്തുള്ള ആളുകൾ ഒറ്റയ്ക്ക് പണിയെടുക്കുമെങ്കിൽ വലതുവശത്തുള്ള ആളുകൾ ഒരിക്കലും ഒറ്റയ്ക്ക് പണിയെടുക്കില്ല. ബിഗ് ബിസിനസ് ഓണേഴ്സ് നിങ്ങൾ എടുത്ത് നോക്കുക, ആയിരക്കണക്കിന് ആളുകൾ അവരോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകളുടെ അറിവും കഴിവും എക്സ്പീരിയൻസിന്റെയും പ്രവൃത്തി മണിക്കൂറുകളുടെയും ആകെ തുകയല്ലേ ബിസിനസ് ഓണേഴ്സിന്റെ ഇൻകം എന്ന് പറയുന്നത്. സോ സക്സസ് ആയ ബിസിനസ് ഓണേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് വർക്കിംഗ് അവർ മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് മനസ്സിലാക്കുക. അവരൊറ്റയ്ക്ക് പണിയെടുക്കില്ല. ഇടതുവശത്തുള്ള ആളുകൾ ആക്റ്റീവ് ഇൻകം ആണെങ്കിൽ വലതുവശത്തുള്ള ആൾ വരുമാനത്തിന് പരിധിയില്ല, അൺലിമിറ്റഡ് ഇൻകം ആണ്. ഇടതുവശത്തുള്ള ആളുകൾക്ക് ഇൻഡിവിജ്വൽ എഫോർട്ടിലാണ് അയാൾ പണിയെടുക്കുന്നുണ്ടെങ്കിൽ വലത് കാറ്റഗറിയിലുള്ള ഇൻവെസ്റ്റർ ക്ലാസും ബിസിനസ് ക്ലാസ്സുകളും അവരുടെ മുമ്പിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റബിൾ സക്സസ്ഫുൾ സിസ്റ്റം ഉണ്ട്, റിസോഴ്സസ് ഉണ്ട്. ആ സിസ്റ്റത്തിൽ നിന്ന് അതിനനുയോജ്യമായ ആളുകൾ വർക്ക് ചെയ്യുമ്പോൾ
വലതുവശത്തുള്ള ആളുകൾക്ക് വരുമാനം കിട്ടുന്നതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. ഇടതുവശത്ത് നിൽക്കുന്ന കാറ്റഗറിയിലുള്ള ആളുകളുടെ വരുമാനം ആക്റ്റീവാണ്. അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർ പ്രവർത്തിച്ചാൽ മാത്രം വരുമാനം. എത്ര മിടുക്കനായ ഒരു ഡോക്ടർ ആണെങ്കിലും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ ഇൻകം വിൽ സ്റ്റോപ്സ്. പക്ഷെ വലതുവശത്തുള്ള ആളുകൾ അങ്ങനെയല്ല. അവർ പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആളുകളാണ്. പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് തന്നെ നാളെ അവർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള പ്രശ്നമല്ല. അവരുടെ ബിസിനസ്സുകളൊക്കെ ഒരു സിസ്റ്റം ഡ്യൂപ്ലിക്കേറ്റബിൾ ബിസിനസ് ആയതുകൊണ്ട് തന്നെ നാളെ അവരില്ലെങ്കിലും അടുത്ത ജനറേഷൻസിലേക്ക് അവർക്ക് വരുമാനം കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കൊരു എംപ്ലോയി ക്ലാസ്സിൽ നിന്നും സെൽഫ് എംപ്ലോയി ക്ലാസ്സിൽ നിന്നും ഒരു ബിസിനസ് ഓണർ ക്ലാസ്സിലേക്കും ഇൻവെസ്റ്റർ ക്ലാസ്സിലേക്കും നിങ്ങൾക്ക് കടന്നു വരാൻ പറ്റുന്ന ഒരു സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്ട് സെല്ലിംഗ്. അതിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ ബയോട്ടോറിയം എന്ന് പറയുന്നത്. അല്ലേ? ഏറ്റവും അവസാനത്തെ പാർട്ടിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്ന് എന്താണ് ഇൻകം എന്ന് പറയുന്നത്? പ്രധാനമായും 3 ടൈപ്പ് ഇൻകം ആണുള്ളത്. ഒന്ന് ആക്റ്റീവ് ഇൻകം എന്ന് പറയും, 2 പോർട്ട്ഫോളിയോ ഇൻകം ആണ്, 3ാമത്തെ പാസീവ് ഇൻകം. എന്താണ് ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞാൽ? ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്റ്റീവ് ആയിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനത്തിനെയാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മളൊരു പ്രൊഫഷണൽ ആണെങ്കിൽ നമ്മൾ 8 മണിക്കൂറോ 10 മണിക്കൂറോ പ്രവർത്തിക്കുമ്പോൾ നമ്മളുടെ അറിവിനും കഴിവിനും പ്രവൃത്തി മണിക്കൂറിനും പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഇൻകം നമുക്ക് കിട്ടും. അതിനാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയാം. ഈ പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? പാസീവ് ഇൻകം എന്ന് പറഞ്ഞാല് നമ്മൾ ആക്റ്റീവ് ആണോ അല്ലോ എന്നുള്ളത് ഡസന്റ് മാറ്റർ. നമ്മളുടെ പ്രവർത്തികൾക്ക് പിന്നീട് നമ്മൾക്ക് സ്ഥിരമായി പൈസ കിട്ടിക്കൊണ്ടിരിക്കും. ഉദാഹരണമായിട്ട് നിങ്ങളൊരു റൈറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബുക്ക് വീണ്ടും വീണ്ടും പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുമാനം വരികയാണ്. ആ ബുക്കിന്റെ ഓഡിയോ നിങ്ങൾ പുറത്തിറക്കുമ്പോൾ നിങ്ങൾക്ക് വരുമാനം വരികയാണ്. ആ ബുക്കിന്റെ കണ്ടന്റ് ആളുകൾ വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് വരുമാനം വരികയാണ്. അപ്പൊ നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഇതിന് വരുമാനം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ പ്രവർത്തികൾക്ക് വരുമാനം വരുന്നതിനാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. അതിന് നമ്മൾ ആക്റ്റീവ് ആവണം നിർബന്ധമില്ല. സക്സസ്ഫുൾ ആയ ബിസിനസ്സുകാരും ഫിനാൻഷ്യൽ നോളജ് ഉള്ള ആളുകളെല്ലാം ആക്റ്റീവ് ഇൻകത്തിൽ ഫോക്കസ്ഡ് ആണ്. അവർക്ക് എല്ലാവർക്കും റിട്ടയർമെന്റ് പ്ലാൻ ഉണ്ടാവും. അവരുടെ പ്രസന്റ് വരുമാനത്തിൽ കൂടുതലായിട്ട് മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ഇൻകം സോഴ്സസ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളെയാണ് സക്സസ്ഫുൾ ആയിട്ടുള്ളത്. ഒരു റിച്ച് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു വരുമാന സ്രോതസ് ഉണ്ടാവുക, മൾട്ടിപ്പിൾ ഇൻകം സോഴ്സസ് ഉണ്ടാവും. മിനിമം 8 പൈപ്പ് ലൈൻസ് ഓഫ് ഇൻകംസ് അയാൾ ക്രിയേറ്റഡ് ആയിട്ടുണ്ടാവും. ഇതാണ് ബേസിക് മാനും ഒരു റിച്ച് ആയിട്ടുള്ള ആളും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അതിനുള്ള നോളജും സ്കില്ലുകളും ഒക്കെ നമ്മൾ ആർജിക്കേണ്ടതുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് നമ്മൾ കിട്ടുന്ന ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? ഫൗണ്ടേഷൻ, ABCD, ബേസിക് ഓഫ് ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി ആണെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ്സിലൂടെ ഈ ബെറ്റർ എത്ര നാൾ 5 ലക്ഷം മേടിക്കുന്നു, 10 ലക്ഷം മേടിക്കുമ്പോൾ ഇതിനെ എങ്ങനെ വൈസായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള നോളജും അത് കൃത്യമായി മാനേജ് ചെയ്യുന്നുള്ള നോളജും നമുക്ക് ആവശ്യമാണെന്നുള്ളതാണ്. അപ്പൊ ഈ പോർട്ട്ഫോളിയോ ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്റ്റോക്സ്, ഡിബഞ്ചേഴ്സ്, അതുപോലെ തന്നെ സ്റ്റോക്സ് എന്ന് പറയുമ്പോൾ ഷെയർസ്, ഡിബഞ്ചേഴ്സ്, SIP സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ്, SWP സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻസ്, മ്യൂച്വൽ ഫണ്ട്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നൂടെ ലഭിക്കുന്ന പ്രോഫിറ്റും ഡിവിഡൻഡും ഒക്കെയാണ് പോർട്ട്ഫോളിയോ ഇൻകം എന്ന് പറയുന്നത്. സോ 3 ടൈപ്പ് ഇൻകം നമുക്കുണ്ട്. ആക്റ്റീവ് ഇൻകം ഉണ്ട്, പാസീവ് ഇൻകം ഉണ്ട്, പോർട്ട്ഫോളിയോ ഇൻകം ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കാം. ആക്റ്റീവ് ഇൻകത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സാലറി ആവാം, ഒരു ഡെയിലി വർക്ക് ആവാം, ബിസിനസ് ഇൻകം ആവാം. ഇതൊക്കെ നമുക്ക് സംബന്ധിച്ചിടത്തോളം ജിഗ് ഇൻകം എന്ന് പറയുന്നത് നിങ്ങള് എന്താ പറയാ, ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തില് ഊബറും ഓലയൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് ജിഗ് എക്കണോമിയുടെ ഭാഗമാണ്. അപ്പൊ അതാണ് ജിഗ് ഇൻകം എന്ന് പറയുന്നത്. അതുപോലെ കമ്മീഷൻ ഇൻകം, ഇതൊക്കെ ആക്റ്റീവ് ഇൻകം ആണെങ്കിൽ പാസീവ് ഇൻകം എന്ന് പറയുന്നത് ഡിവിഡൻഡ്, നമ്മൾ LIC നമ്മൾ ചേരുന്നു, വർഷാവർഷം നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന് ഡിവിഡൻഡ് കിട്ടുന്നു. അത് നമുക്ക് പാസീവ് ഇൻകം ആണ്. അതിനുവേണ്ടി നമ്മൾ പണമെടുക്കില്ല. അപ്പൊ സക്സസ് ആയ ആളുകള് പണിയെടുക്കാൻ മാത്രം അറിഞ്ഞാൽ പോരാ, സക്സസ് ആയ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം പണത്തിനെ കൊണ്ട് പണിയെടുപ്പിക്കാനും അറിയണം. ഐ റിപ്പീറ്റ് ദാറ്റ് വേർഡ്. ഫിനാൻഷ്യൽ ലിറ്ററസി ഉള്ള ആളുകള് ഒറ്റ
ഒറ്റക്ക് പണിയെടുത്താൽ പോരാ, മറിച്ച് പണത്തെ കൊണ്ടുകൂടി പണിയെടുപ്പിക്കാൻ നമ്മൾ അറിയണം. അതിന് പറ്റുന്ന ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മൾ നടത്തണം എന്നുള്ളതാണ്. ഇപ്പൊ ഡിവിഡൻഡ് ആയിക്കോട്ടെ, റിയൽ എസ്റ്റേറ്റ് ആയിക്കോട്ടെ, റീസെന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നത് നമുക്കറിയാവുന്ന കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടപ്പോ അദ്ദേഹം ബാംഗ്ലൂരിലെ ഔട്ട്സ്കേർട്സില് 300 ഏക്കർ വാങ്ങിച്ചു. ഒരു സെന്റിന് അദ്ദേഹം വാങ്ങിച്ചത് 6000 രൂപയ്ക്കാണ്. ഇപ്പോ ആ സ്ഥലത്ത് ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ട് വന്നു. ഇന്ന് 30 ലക്ഷം രൂപ കൊടുത്താലും അവിടെ ഒരു സെന്റ് സ്ഥലം കിട്ടില്ല. അപ്പൊ അദ്ദേഹം 300 ഏക്കർ 6000 രൂപക്ക് മേടിച്ചെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന്റെ ആ 300 ഏക്കറിന്റെ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന അപ്രീസിയേഷൻ എന്ന് പറയുന്നത് നൂറുകണക്കിന് ആയിരക്കണക്കിന് മടങ്ങ് അപ്രീസിയേഷൻ ആണ്. അപ്പൊ റിയൽ എസ്റ്റേറ്റില് നമുക്ക് പാസീവ് ഇൻകം നമുക്ക് നേടിത്തരും. എങ്ങനെ? നമുക്ക് അപ്രീസിയേഷനിലൂടെ നമ്മുടെ സമ്പത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇനി ക്രൗഡ് ഫണ്ടിങ് ആയിക്കോട്ടെ, ഇൻട്രസ്റ്റ് ഇൻകം. എന്താ ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്കിൽ എഫ് ഡി ഇട്ടിട്ടുണ്ട്, ആർ ഡി ഇട്ടിട്ടുണ്ട്. നമ്മളുടെ ആർ ഡിയും എഫ് ഡിയിലൂടെ നമുക്ക് മാസാമാസം വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഇൻകം ആണ്. ചില ആളുകൾ പേഴ്സൺ ടു പേഴ്സൺസ് ലെൻഡിങ് നടത്താറുണ്ട്, അവിടെ കിട്ടുന്നതിനാണ് ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത്. റോയൽറ്റി ഇൻകം എന്ന് പറയുന്നത് നമ്മൾ ചെയ്തിട്ടുള്ള പ്രവർത്തികൾക്ക് പലപ്പോഴും നമുക്ക് റോയൽറ്റി ഇൻകം കിട്ടുന്നുണ്ട്. അപ്പൊ മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് പാസീവ് ഇൻകംസ് ജനറേറ്റ് ചെയ്യാനുള്ള അറിവ് നമുക്ക് പല അഡ്വാൻസ്ഡ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമുക്ക് കിട്ടും. സോ ഇൻകം സ്ട്രീംസ് എന്താണെന്ന് മനസ്സിലാക്കുക. ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം ഉണ്ട്. സക്സസ്ഫുൾ ആയ ആളുകൾക്ക് 3 ടൈപ്പ് ഇൻകവും അവർക്ക് ആവശ്യമാണ്. അവർ ആക്റ്റീവ് ഇൻകം വേണം, 2 പാസീവ് ഇൻകത്തിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ പാരലായിട്ട് ചെയ്യണം. മൂന്നാമത്തത് സ്റ്റോക്സും ഡിബഞ്ചേഴ്സും മ്യൂച്വൽ ഫണ്ട്സിലും ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചുള്ള അറിവും ഗ്രഹം നമ്മൾ കൂട്ടിക്കൊണ്ട് വരണം എന്നുള്ളതാണ്. നിങ്ങൾ കൊച്ചിൻ ഇന്റർനാഷണൽ CIIL നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റിയിൽ CIIL കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് CIIL ലോഞ്ച് ചെയ്തപ്പോ അവര് ഷെയർസ് ഇറക്കിയിട്ടുണ്ട്. ഒരു യൂണിറ്റിന് 50 രൂപയായിരുന്നു വില. നിങ്ങൾ ഒരു 10,000 രൂപ അന്ന് CIILന്റെ ഷെയറിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരെണ്ണത്തിന് 50 രൂപ വെച്ചിട്ട് 10,000 രൂപക്ക് നിങ്ങൾക്ക് 200 ഷെയർ കിട്ടുമായിരുന്നു. 200 ഷെയർ കിട്ടുമായിരുന്നു. ആ 200 ഷെയറിന്റെ ഇന്ന് ഒരു ഷെയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 400-450 മേലെയാണ്. അപ്പോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള 200 ഷെയറിന്റെ മൾട്ടിപ്ലിക്കേഷൻ എടുത്ത് നോക്കിയാൽ ഇന്ന് 1 ലക്ഷം രൂപ ആയിട്ടുണ്ടാവും. അപ്പൊ ആ 10,000 രൂപ വളരെ കുറച്ച് സമയങ്ങൾ കൊണ്ട് 1 ലക്ഷം രൂപ ആണെങ്കിൽ നിങ്ങൾ ആ ഷെയറിൽ എന്താണ് ബേസിക് ആയിട്ടുള്ള ഷെയർ എന്താണെന്നും ആ സ്റ്റോക്സ് എന്താണെന്നും നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതിനെ കുറിച്ചുള്ള ഒരുപാട് ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ്, SIP മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമിൽ ഒന്നാണ് SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. സമ്പന്നരായ ആ വ്യക്തികള് പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം. സമ്പന്നരായ വ്യക്തികള് ഒരു കാറ് വാങ്ങുമെങ്കിൽ അവർ നേരിട്ട് പോയിട്ട് EMI എടുത്തിട്ട് വാങ്ങില്ല. മിഡിൽ ക്ലാസ് ആള് കാറ് വാങ്ങുമ്പോൾ നേരിട്ട് പോകുന്നു, EMI എടുക്കുന്നു, അവരുടെ ലയബിലിറ്റി സ്റ്റാർട്ട് ആവുന്നു. സമ്പന്നർ ഒരിക്കലും കാറ് വാങ്ങുമ്പോൾ അവരൊരിക്കലും നേരിട്ട് EMI എടുക്കില്ല. അവർ ആദ്യം എന്ത് ചെയ്യുമെന്ന് വെച്ചാല് അവരുടെ കയ്യിലുള്ള ഒരു ഗ്രോസം എമൗണ്ട് ഉണ്ടെങ്കിൽ അതൊരു ഗ്രോസമായിട്ടുള്ള ഒരു SIP സ്റ്റാർട്ട് ചെയ്യും. അല്ലെങ്കിൽ അവർക്ക് മന്ത്ലി EMI അടക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആ മന്ത്ലി EMIനെ ഒരു SIP സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ആ കാറിന് അടക്കേണ്ട പൈസക്ക് ഒരു SIP അവർ തുടങ്ങും. അപ്പൊ ആ SIP തുടങ്ങുമ്പോൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിന് കാറിന് ഒരു 15,000 EMI വരുമെങ്കിൽ അവർ 15,000 രൂപ വെച്ചുകൊണ്ട് കുറച്ചു കാലത്തേക്ക് കാർ എടുക്കേണ്ടെന്ന് നിങ്ങൾ തീരുമാനിക്കും. എന്നിട്ട് 1, 2, 3 വർഷത്തേക്ക് കണക്കാക്കി അവരുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനനുസരിച്ച് ഒരു SIP അവർ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ എന്താ കാണാന്ന് വെച്ചാൽ ഷെയർസിലായിക്കോട്ടെ, മ്യൂച്വൽ ഫണ്ട്സിലായിക്കോട്ടെ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയാ, നമ്മള് അന്നമെടുത്തത് നമ്മൾ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യും. നമുക്ക് എപ്പോഴും ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ട്. ലോങ് ടൈം വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്, ഒരു 5 to 7 years വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ മാനേജ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു SIP തുടങ്ങുമ്പോൾ ഒരു 4-5 വർഷങ്ങൾക്ക് ശേഷം അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഒരു വലിയ ഗ്രോസമായിട്ട് അവരിലേക്ക് തിരിച്ചു വരികയാണ്. ആ ഗ്രോസ് എമൗണ്ട് എടുത്തുകൊണ്ട് അവർ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ ഇടും. മാസം എത്രയാണ് EMI വേണ്ടത് ആ EMI അതിൽ നിന്ന് എല്ലാ മാസവും അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. എൻഡ് ഓഫ് ദി നമ്മുടെ ഒരു 5 വർഷം കഴിയുമ്പോൾ ആ കാറിന്റെ EMI തീരുന്ന സമയത്ത് അവരുടെ അക്കൗണ്ടിൽ വലിയൊരു പൈസ ഉണ്ടാവും. അപ്പൊ ഇതാണ് ഒരു കാറ് വാങ്ങുന്നത് സക്സസ് ആൾക്കാർ. അപ്പൊ എന്താണ് SIP, എന്താണ്
SWPU ഇതിന്റെയൊക്കെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ ഇതിന്റെ ഹയർ ലെവൽ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ നമ്മൾ പഠിക്കും. അപ്പോ ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം, പോർട്ട്ഫോളിയോ ഇൻകം ഇതിനെ മനസ്സിൽ വെക്കുക. ബേസിക് എഡ്യൂക്കേഷന്റെ ഭാഗമാണ്. നാളെ വളരുമ്പോൾ മൾട്ടിപ്പിൾ ഇൻകം സോഴ്സ് നമുക്ക് ആവശ്യമാണ്. ഒറ്റ ഇൻകത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. മൾട്ടിപ്പിൾ ഇൻകം സോഴ്സ് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ പ്രസന്റ് ജോബിൽ നിന്ന് കൂടാതെ നമ്മൾക്ക് പ്രോഫിറ്റ് സെല്ലിംഗിൽ ഇൻകം വരും, ഇൻട്രസ്റ്റ് ഇൻകം വരും, അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ ഇൻകം വരും, മറ്റു പല റെന്റൽ ഇൻകം വരും, ക്യാപിറ്റൽ ഗെയിൻസ് ഇൻകം. ക്യാപിറ്റൽ ഗെയിൻസ് ഇൻകം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലാൻഡ് ഉണ്ട്, നിങ്ങൾ ലാൻഡ് വിൽക്കുമ്പോൾ നിങ്ങളുടെ സാലറിന് അപ്രീസിയേഷൻ കിട്ടിയാൽ അവിടെ ക്യാപിറ്റൽ ഗെയിൻ ആണ്. നിങ്ങൾക്കൊരു ഷെയർ ഉണ്ട്, ഷെയർ വിൽക്കുമ്പോൾ നിങ്ങൾക്ക് അപ്രീസിയേഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ആണ്. നിങ്ങൾക്ക് ഡിജിറ്റൽ അസറ്റ്സ് ഉണ്ട്, ക്രിപ്റ്റോ കറൻസീസ് ഉണ്ട്, നിങ്ങൾ വിൽക്കുമ്പോൾ നിങ്ങൾക്ക് ലാഭം കിട്ടിയാൽ അവിടെ ക്യാപിറ്റൽ ഗെയിൻ ആണ്. റോയൽറ്റി ഇൻകം, മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം സ്ട്രീംസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രമം നമ്മുടെ ഭാഗത്ത് നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. ആൻഡ് ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു എമർജൻസി ഫണ്ട്. ഒരു വ്യക്തിക്ക് നമുക്കറിയാം, ഒരു എമർജൻസി ഫണ്ട് നമ്മൾ പാർക്ക് ചെയ്യണം. നമുക്ക് ഒരു വാഹനമുണ്ട്, നാളെ ഒരു ജോബ് ഉണ്ട്, ഒരു സുപ്രഭാതത്തിൽ കൊറോണ വന്നു, നമ്മൾ ജോബ്ലെസ് ആയി, നമ്മളുടെ കയ്യിൽ ഒന്നുമില്ല. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക്, നമ്മുടെ അത്യാവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക. അത് കാറിന്റെ റിപ്പയർ ആവട്ടെ, നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റൽ എക്സ്പെൻസ് വരുമ്പോൾ നമ്മുടെ സാമ്പത്തിക ഭദ്രത പൂർണ്ണമായും തകർന്നു പോകുന്നു. ഒരു മെയിൻ്റനൻസ് വരുമ്പോൾ നമ്മുടെ സാമ്പത്തിക ഭദ്രത പൂർണ്ണമായിട്ട് വരുന്നു. നിങ്ങളുടെ എന്താ പറയാ, എമർജൻസി ഫണ്ട് നമുക്ക് എങ്ങനെ പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാൽ, നമ്മുടെ മന്ത്ലി അത്യാവശ്യങ്ങളുടെ ഒരു ആകെ തുക എത്രയാണ് നമ്മൾ എടുക്കുക, അതിന്റെ ഒരു 6 ഇരട്ടിയാണെങ്കിലും നമ്മൾ തുക നമുക്ക് എമർജൻസി ഫണ്ടായിട്ട് നമ്മൾ സ്വരൂപിക്കണം. അത് നമ്മൾ മാറ്റിവെക്കണം. അത്യാവശ്യങ്ങൾക്ക് എമർജൻസി സിറ്റുവേഷൻ നമ്മൾ എടുത്താൽ അത് വീണ്ടും ടോപ്പ് അപ്പ് ചെയ്ത് വെക്കുന്ന ഒരു വ്യക്തിക്ക് സാമ്പത്തിക ഭദ്രത കൂടുതൽ ഉണ്ടാവും. സോ പർപ്പസ് ഓഫ് എമർജൻസി ഫണ്ടിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. അത് അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു വെൽത്ത് പ്ലാനും നമുക്ക് ആവശ്യമാണ്. പർപ്പസ് ഓഫ് എമർജൻസി ഫണ്ട്. ലാസ്റ്റ്, മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബുക്സ്, റിച്ച് ഡാഡ് പുവർ ഡാഡ്. നമ്മൾ ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമുക്ക് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷന്റെ കീ എന്ന് പറയുന്നത് ഹൗ ടു ക്രിയേറ്റ് ഡെപ്റ്റ് ഫ്രം ഡെപ്റ്റിൽ നിന്ന് എങ്ങനെയാണ് പൈസ ഉണ്ടാക്കേണ്ടത്. ഈ പുസ്തകം നിങ്ങൾ ഒരിക്കലെങ്കിലും വായിച്ചിട്ടിരിക്കുകയാണ്. റിച്ച് ഡാഡ്, അവരാരും പണത്തിന് വേണ്ടി വർക്ക് ചെയ്യില്ല, സെൽഫായിട്ട് വരില്ല, ദേ വിൽ നോട്ട് വർക്ക് ഫോർ മണി. പിന്നെ അവർക്ക് എന്തുണ്ടാവും, ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ടാവും. സമ്പത്ത് നേടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫോക്കസ്, അവര് ഡെയിലി വർക്കിൽ അവരുടെ ഫോക്കസ് ഉണ്ടാവും. പിന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മണിയിലായിരിക്കും. അവര് ലേണിങ്ങിന് വേണ്ടി റിച്ച് ഡാഡ് പുവർ ഡാഡിന്റെ ബേസിക് ആയിട്ടുള്ള കണ്ടന്റ്സുകൾ നമുക്ക് കിട്ടും. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഈ ഒരു പുസ്തകം കൂടി നമ്മൾ ഫിനാൻഷ്യൽ ലിറ്ററസിക്ക് ഏറ്റവും ഉണ്ട്. റീസെന്റ് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട അരവിന്ദ് സ്വാമി അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂല് നമുക്ക് ഷെയർ ചെയ്ത ഈ പുസ്തകമാണ് സൈക്കോളജി ഓഫ് മണി എന്നുള്ള ഈ പുസ്തകം. അത് മോർഗൻ ഹൗസിന്റെ പുസ്തകമാണ്, സൈക്കോളജി ഓഫ് മണി. അതില് റീസെന്റ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂല് നമ്മുടെ അരവിന്ദ് സ്വാമി ആക്ടർ പറഞ്ഞു, ജീവിതത്തിൽ നിങ്ങൾ ഒറ്റ പുസ്തകം പഠിച്ചില്ലെങ്കിലും ഈ ഒരേ ഒരു പുസ്തകം മാത്രം നിങ്ങൾ ജീവിതത്തിൽ പഠിച്ചാൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഏറ്റവും അടിപൊളിയായിരിക്കും. ആ പുസ്തകമാണ് സൈക്കോളജി ഓഫ് മണി എന്ന് പറയുന്നത്. അതുപോലെ മോർഗൻ ഹൗസന്റെ പുസ്തകമാണ്. അതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാക്കാണെന്ന് വെച്ചാൽ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്നുള്ളത്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, ലോകത്തെ 8ാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. സോ എന്താണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, വിഡ്രോവൽ പ്ലാനിലൊക്കെ വർക്ക് ചെയ്യുന്നത് പവർ ഓഫ് കോമ്പൗണ്ടിങ് ആണ്. ഈ ഒരു പുസ്തകം നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇതിന്റെ കണ്ടന്റ് നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷന് ഹെൽപ്ഫുൾ ആണ്. സോ സമ്പത്തില് ഏറ്റവും വൈസായിട്ട് നമ്മൾ എങ്ങനെ സമ്പത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളത് നമ്മൾക്ക് അറിവ് നമുക്ക് ആവശ്യമാണ്. ഇതിന്റെ ഹയർ ലെവൽ ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമുക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ബയോട്രിലുള്ള 5 ലക്ഷം രൂപയും 10 ലക്ഷം രൂപയൊക്കെ ഇൻകത്തിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ ലീഡേഴ്സിന് വേണ്ടി അത് പർപ്പസ്ഫുള്ളി അതെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നിങ്ങൾക്കുള്ള ഇൻഫർമേഷൻസ്, ട്രെയിനിങ്സ് നിങ്ങൾക്ക് കിട്ടും. സോ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വന്ന ഇന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് ലയബിലിറ്റി, എന്താണ് അസറ്റ്, എന്താണ് അത്യാവശ്യങ്ങള്, എന്താണ് ആവശ്യങ്ങള്, എന്താണ് ക്യാപിറ്റല്, റിസ്ക് എങ്ങനെ മാനേജ് ചെയ്യണം, കടത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇത്തരത്തിലുള്ള ബേസിക് അവയർനെസ് ആണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് ഇ ബയോടെക്. ഓക്കെ,
താങ്ക് യു. വളരെയധികം എന്താ പറയാ, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു നന്ദി പ്രകടിപ്പിക്കുകയാണ് സാർ. കാരണം എല്ലാ ആളുകളിലും അത്യാവശ്യം പൈസയൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ അതെങ്ങനെ മാനേജ് ചെയ്യണം, അതൊക്കെ ഏത് കാറ്റഗറിയിൽപ്പെട്ട പൈസയാണെന്നുള്ളത് നമുക്ക് ഒരു തിരിച്ചറിവ് തന്നതിന് വളരെയധികം നന്ദി. എല്ലാവർക്കും വേണ്ടി ഞാനൊരു നന്ദി പറയുകയാണ്. എല്ലാവരും അവരവരുടേതായിട്ടുള്ള രീതിയിലുള്ള അപ്രീസിയേഷൻ അദ്ദേഹത്തിന് കൊടുക്കുക. ഒരു ക്ലാപ്പ് അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ നിന്ന് കൊടുക്കുക. അത്രമാത്രം വാല്യുബിൾ ആയിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ട്രെയിനിങ്ങിന്, ഒരു 2 ഡേ ട്രെയിനിങ്ങിന് കിട്ടേണ്ട അത്രയും വലിയ ബെർത്ത് ആയിട്ടുള്ള ഒരു നോളജാണ് നിങ്ങൾക്ക് ഈ ഒരു 3/4 മണിക്കൂർ സമയം കൊണ്ട് അദ്ദേഹം തന്നത്. ഓക്കെ, ഇതേപോലുള്ള നിരവധി ട്രെയിനിങ്ങുകളും പ്രോഗ്രാമുകളും അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളുകളാണ് ഇവിടെ ലീഡർഷിപ്പിലേക്ക് വന്നിരിക്കുന്നത്. ഏതായാലും വളരെയധികം നന്ദി വിനോദ് സാർ. വീണ്ടും ഇതുപോലുള്ള പല ക്ലാസ്സുകൾ എടുത്ത് നമുക്ക് വേണ്ട അവയർനെസ് തരിക. നമ്മുടെ ഫൈനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം അല്ല, മൊത്തത്തിലുള്ള നമ്മുടെ എൻറ്റയർ മാനേജ് സിസ്റ്റത്തിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി സാറിന്റെ വാല്യുബിൾ ആയിട്ടുള്ള വേർഡ്സ് ഉപകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് പ്ലീസ്, യു ആർ ഓൾവേസ് വെൽക്കം. യു വൺസ് അഗൈൻ കം ആൻഡ് ഫ്ലറിഷ് അവർ ഫ്യൂച്ചർ. ഓക്കെ, താങ്ക് യു. അതോടൊപ്പം തന്നെ ഒരു വളരെ ഒരു 3-4 ദിവസമായി നമ്മുടെ ബിലൗഡ് മെന്ററുടെ വാക്കുകൾ നമുക്ക് കേട്ടിട്ടല്ലേ. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ മനോജ് സാർ എന്ന ലൈനിലുണ്ട്. ഏതായാലും മഹത്തായി ഈ ഒരു ദിവസം കുറച്ചുകൂടി സമ്പന്നമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മനോജ് സാറിന്റെ വാല്യുബിൾ ആയിട്ടുള്ള വേർഡ്സ് നമുക്ക് കേൾക്കാം. ഈ പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ മെന്റർ, നമ്മുടെ ചെയർമാൻ മനോജ് സാറിന്റെ വേദിയിലേക്ക് ക്ഷണിക്കാം. സർ, പ്ലീസ് കം ആൻഡ് കൺക്ലൂഡ് ദ സെഷൻ പ്ലീസ്. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച് ഉത്തമൻ സാർ. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. 6 AM ക്ലബ്ബ് ഓരോ ദിവസം കൂടുന്തോറും അതിന്റെ മാറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. തികച്ചും നോളജ് ഷെയർ ചെയ്യുന്ന, മോട്ടിവേറ്റഡ് ആയിട്ടുള്ള, ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ആവശ്യമായ ടോപ്പിക്കുമായിട്ട് ഗ്രേറ്റ് ലീഡേഴ്സാണ് ഓരോ ദിവസവും ഇവിടെ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ നല്ല അറിവ് നമുക്ക് കിട്ടുന്നുണ്ട്. ടീമിനെ പരമാവധി ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചാൽ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് അതെല്ലാം നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു സൂം പ്രോഗ്രാമാണ് രാവിലെ നടക്കുന്നത്. വെറും ഡയറക്റ്റ് സെല്ലിംഗ് മാത്രമല്ല, ഇവിടെ ജീവിത വിജയം എങ്ങനെ നിങ്ങൾക്ക് സാധിക്കാൻ വേണ്ടി സാധിക്കും ഇതിനെക്കുറിച്ച് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ, മോട്ടിവേറ്ററായ, നമ്മുടെ ഈ ടീമിനെ മൊത്തം നയിക്കുന്ന നമ്മുടെ ഗ്രേറ്റ് ട്രെയിനറായ വിനോദ് സാറാണ് ഇന്ന് സബ്ജക്റ്റ് കൈകാര്യം ചെയ്തത്. ജീവിതത്തിൽ എങ്ങനെ വിജയിക്കണം, അതാണ് ഫിനാൻഷ്യൽ ലിറ്ററസി. അദ്ദേഹം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ, വാക്കുകളില്ല. എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തിന് നന്ദി അർപ്പിക്കുകയാണ് ഈ അവസരത്തിൽ. താങ്ക് യു സോ മച്ച് വിനോദ് സാർ. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാണ്, അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം അല്ലേ. ബിടെക് ബിരുദധാരിയാണ്, ഗവൺമെന്റ് സർവീസിൽ നല്ല ജോലി കിട്ടിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. എല്ലാവരും ഇന്ന് പഠിച്ച് ഉദ്യോഗത്തിന് വേണ്ടിയാണ് പോകുന്നത് അല്ലേ. പക്ഷെ കിട്ടിയ ഉദ്യോഗം അദ്ദേഹം വലിച്ചെറിഞ്ഞുകൊണ്ട്, അതായത് ഫിനാൻഷ്യൽ ഫ്രീഡത്തെ കുറിച്ച് ശരിക്കും പഠിച്ചതുകൊണ്ട്, പാസീവ് ഇൻകം എങ്ങനെ നേടാമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഈ ഇൻഡസ്ട്രിയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരനായി ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരികയും അവിടുന്ന് പഠിക്കാൻ തയ്യാറാവുകയും ചെയ്തപ്പോൾ വലിയൊരു ഗ്രേറ്റ് അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉത്തമൻ സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ആദ്യത്തെ ഒരു കോടീശ്വര പദവിയിലേക്ക് എത്താനും അന്നത്തെ കാലത്തിൽ അല്ലെ ഒരു ഡയറക്ട് സെല്ലിങ്ങിലൂടെ ഒരു ഓഡിയോ കാർ എടുത്തുകൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മനസ്സിലായ നിരവധി കോടീശ്വരന്മാരെ തൻ്റെ ടീമിൽ സൃഷ്ടിക്കാനും ഇന്ന് കോടാനുകോടി വരുമാനമുള്ള എത്രയോ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അപാരമായ ആ പാണ്ഡിത്യം കൊണ്ടാണ്, പഠിക്കാൻ തയ്യാറായത് കൊണ്ടാണുള്ളതാണ്. നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ പഠിക്കാൻ തയ്യാറായാൽ പലതും ഇവിടെ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് വിനോദ് സാറിനെ പോലുള്ള ലീഡേഴ്സിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ പ്രവൃത്തി പരിചയം നമ്മുടെ ടീമിനെ നയിക്കാനുണ്ടാകും എന്ന് ഉറപ്പ് നൽകാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, ഒത്തിരി ലേറ്റായി പോയി. എന്തായാലും അടിപൊളി പവർഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ ആയിരുന്നു. കിട്ടിയ പണത്തെ നമുക്ക് എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത് എന്ന് പലർക്കും അറിയില്ല. വരും അക്കൗണ്ടിലേക്ക് അല്ലേ, അക്കൗണ്ടിൽ ഇങ്ങനെ വരും, അക്കൗണ്ടിൽ നിന്ന് അങ്ങനെ പോകും. ലാസ്റ്റ് നോക്കുമ്പോൾ വീണ്ടും ശങ്കരൻ തെങ്ങയിൽ തന്നെയാണ് അല്ലേ. പിന്നെയും സീറോയിലാണ് നമ്മൾ. എല്ലാവരും അക്കൗണ്ട് എടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ, സീറോ ആണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെലവ് കഴിഞ്ഞിട്ട്, ബാധ്യതകളെല്ലാം കഴിഞ്ഞിട്ട് സേവിങ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ആർക്കും നടക്കില്ല എന്നുള്ളതാണ്. സേവിങ്സിന്റെ കുറിച്ച് അദ്ദേഹം പറഞ്ഞുകൂടെ, 20% മിനിമം നമ്മൾ അപ്പം തന്നെ മാറ്റി. 1,00,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നാൽ 20% നിങ്ങൾ മാറ്റണം. നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഉള്ളുവെങ്കിൽ നിങ്ങൾ പരാജിതരാണെന്നാണ് പറയാം.
മനസ്സിലായ? നിങ്ങൾക്ക് 2-3 അക്കൗണ്ട് ഉണ്ടാകണം. അപ്പോൾ ഒരു അക്കൗണ്ടിൽ ഒരു പാൻ കാർഡ്, സോറി, ഒരു ATM പോലും നിങ്ങൾ വാങ്ങിക്കാൻ പാടില്ല, ഒരു ചെക്ക് ലീഫ് നിങ്ങൾ വാങ്ങാൻ പാടില്ല. ആ അക്കൗണ്ടിലേക്കായിരിക്കണം നിങ്ങളുടെ ഡെപ്പോസിറ്റ് എമൗണ്ട് പോകേണ്ടത്. അതിൽ നിന്ന് 1 രൂപ തൊടാൻ പറ്റില്ല. ATM ഉണ്ടെങ്കിൽ നമ്മൾ കുത്തി വലിച്ചുകൊണ്ടിരിക്കും, ഇല്ലേ? ഗൂഗിൾ പേ എടുക്കും നമ്മളവിടെ നിന്ന്. അപ്പോൾ ഒരു ATM ഒരു ചെക്ക് ലീഫും വാങ്ങാത്ത ഒരു അക്കൗണ്ട് നിങ്ങൾ ഉണ്ടാകണം. 1 ലക്ഷം രൂപ മാസം വരുമ്പം 20,000 രൂപ ഓൺ ദി സ്പോട്ടിൽ അതിലേക്ക് ആദ്യം ട്രാൻസ്ഫർ ചെയ്യണം. എന്നിട്ട് മാത്രമേ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലേക്കും നീങ്ങാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ വലിയൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമ്മൾക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നല്ലൊരു അസറ്റ് ഉണ്ടാവും. ബാക്കിയെല്ലാം അദ്ദേഹം പറഞ്ഞതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അല്ലെ? എങ്ങനെ നമുക്ക് അസറ്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു പെർഫോമൻസ് ക്ലാസ് ആയിരുന്നു. ഇതുപോലുള്ള ക്ലാസ്സുകൾ നമുക്ക് ഇനിയും RTP പോലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവിടെ വെച്ച് നിങ്ങൾക്ക് കിട്ടും. ഒറ്റ കാര്യം ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ഗ്രൂപ്പ് ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇത് ഏറ്റെടുക്കുകയും നമുക്ക് ഓരോരുത്തർക്കും വിജയിക്കണമെങ്കിൽ, പാസീവ് ഇൻകം ഉണ്ടാക്കണമെങ്കിൽ ഇത്രയേ ഉള്ളൂ, നമുക്കൊരു ടീം ബിൽഡ് ചെയ്യണം. നിങ്ങളുടെ ടീമിലുള്ള പരമാവധി ആളുകളെ ഈ സൂം പ്രോഗ്രാമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു വിജയാശംസകൾ നേർന്നുകൊണ്ട്, ഇന്ന് BOP സെന്ററുകളിലാണ് നമ്മളെ ചാർജിങ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ചാർജിങ് സ്റ്റേഷൻ BOP സെന്ററാണ്. ഇന്ന് കണ്ണൂർ BOP ആണ്. ഡാനി സാർ ഉൾപ്പെടെ, അഭിലാഷ് സാർ ഉൾപ്പെടെ ലീഡേഴ്സൊക്കെ കണ്ണൂരിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പ്രദേശത്തുള്ള ലീഡേഴ്സ് എല്ലാം തന്നെ ആ പ്രോഗ്രാമിൽ എത്തുക. എവിടെയാണോ പ്രോഗ്രാം നടക്കുന്നത് എൻ്റെ പിക്കുകളൊക്കെ നേരത്തെ വരുമ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ എത്താനും നമുക്ക് കൂടുതൽ ഗസ്റ്റിനെ അവിടെ പങ്കെടുപ്പിക്കാനും സാധിച്ചാൽ വിനോദ് സാർ പറഞ്ഞ രീതിയിൽ നമ്മുടെ ആ മരവും കായ്ക്കാൻ തുടങ്ങും. പല പല ഡെപ്പോസിറ്റ്, SIP ഉണ്ടാവും, ഡിവിഡൻഡ് ഫണ്ട് ഉണ്ടാവും, മറ്റേതുണ്ടാവും, കാർ ഉണ്ടാവും. എല്ലാ അസറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി അധിക സമയമൊന്നും വേണ്ട എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. ഇതിൽ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ നടക്കുമോ, ഞാനിപ്പോൾ കടത്തിന്റെ കൂടുമായിട്ട് നടക്കുന്ന എനിക്കിതൊക്കെ നടക്കുമെന്ന് വിചാരിക്കും. അധിക സമയമൊന്നും വേണ്ട, ഒറ്റ വർഷം മതി. 10 മാസം കൊണ്ട് നിങ്ങൾക്ക് അത്ഭുതം സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു സ്ട്രോങ് പ്ലാറ്റ്ഫോമായി ഈ ബയോടോറിയത്തിന്റെ വക്താക്കളാണ് നിങ്ങൾ തിരിച്ചറിയണം. ആ ഒരു ആത്മവിശ്വാസം നിങ്ങൾ ഉണ്ടെങ്കിൽ ഒറ്റ വർഷം കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. ജീവിതത്തിൽ എത്രയോ വർഷങ്ങൾ ജീവിച്ചു, അല്ലേ? പ്രായമൊന്നും പ്രശ്നമല്ല സലീംക്ക. വെറും 365 ദിവസം ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഇറങ്ങാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഒരു സംശയം വേണ്ട. അത്രയും സ്ട്രോങ് ആയ വേൾഡിലെ നമ്പർ 1 പ്ലാറ്റ്ഫോമായി ഈ ബയോടോറിയത്തിന്റെ വക്താക്കളാണ്, ബ്രാൻഡ് അംബാസിഡർമാരാണ് നമ്മളെന്ന് ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്ത് പ്രവർത്തിക്കാനുള്ള ഊർജ്ജവും ശക്തിയും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ വിനോദ് സാറിനും ഇന്നത്തെ പ്രോഗ്രാം കൈകാര്യം ചെയ്ത ഉത്തമൻ സാറിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വിജയാശംസകളോടെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്, ജയ് ഈ ബയോടോറിയം.